कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलम्। അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ 15-ാമത്തെ ശ്ലോകമാണ് എടുത്തത്. ശ്രീരാമന്റെ ഗുണഗണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം എങ്ങനെയുള്ള ആളാണ്? സർവശാസ്ത്രാർത്ഥ തത്വജ്ഞ, എല്ലാ ശാസ്ത്രാർത്ഥങ്ങളുടെയും തത്വം അറിയുന്നവനാണ്. പലപ്പോഴും നമുക്ക് തത്വങ്ങൾ അറിയാറില്ല. ശാസ്ത്രങ്ങൾ അറിയാം, അർത്ഥങ്ങൾ അറിയാം, പക്ഷെ അതിൻ്റെ ഒരു തത്വമുണ്ട്, താത്പര്യ അർത്ഥം ഉണ്ട്. അത് പലപ്പോഴും നമുക്ക് അറിയാറില്ല. രാമന് പക്ഷെ അത് അറിയാം. പിന്നെ സ്മൃതിമാനാണ്, സ്മൃതിയോട് കൂടിയവനാണ്. അതായത് ആ അർത്ഥങ്ങളെ അദ്ദേഹം സ്മരിക്കുന്നവനാണ് എന്ന് ഒരർത്ഥം. മറ്റൊരർത്ഥം സ്മൃതിയുള്ളവനാണ്. സ്മൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? ധർമ്മ നിയമങ്ങളാണ് സ്മൃതി. വേദത്തിന്റെ താത്പര്യാർത്ഥങ്ങൾ വിട്ടുപോകാതെ നമ്മൾ അനുദിനം നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട നിയമങ്ങളാണ് സ്മൃതികൾ എന്ന് പറയുന്നത്. അപ്പൊ സ്മൃതി എന്നുള്ളതിന് ധർമ്മ നിയമം എന്നൊരർത്ഥം കൂടിയുണ്ട്. അപ്പൊ സ്മൃതിമാനാണ് രാമൻ, ധർമ്മ നിയമങ്ങൾ അറിയുന്നവനാണ് എന്നും കൂടി അതിന് അർത്ഥമുണ്ട്. തന്നെയുമല്ല, അത് പ്രതിഭാനവും അദ്ദേഹത്തിനുണ്ട്. പ്രതിഭാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യമുള്ള ഘട്ടങ്ങളിൽ അതിൻ്റെ പ്രതിഭാനം എന്താണ്? പ്രതിഭാസിക്കലാണ്. അത് തോന്നലാണ്, മനസ്സിലത് തോന്നലാണ്. അല്ലേ? നമ്മൾ പറയാറുണ്ട് എന്താണ്? നമുക്ക് തേജസ്വി നൗ അധീതമസ്തു, അല്ലേ? മാ വിദ്യുഷാവഹൈ. നമ്മുടെ വേറൊരു ഔപനിഷദ പ്രാർത്ഥനയാണ്. ഓം സഹനാവവതു സഹ നൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വി നൗ അധീതമസ്തു മാ വിദ്യുഷാവഹൈ ഓം ശാന്തി ശാന്തി ശാന്തി. ഇതൊരു ഔപനിഷദമായിട്ടുള്ള പ്രാർത്ഥനയാണ്, ഉപനിഷത്തുകളിലെ പ്രാർത്ഥനയാണ്. സഹ നൗ അവതു സഹ നൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വി നൗ അധീതമസ്തു. നാവ് അധീതമസ്തു എന്ന് പറയുമ്പോൾ സന്ധിച്ചേദം ചെയ്യുമ്പോൾ നൗ അധീതം അസ്തു മാ വിദ്യുഷാവഹൈ എന്ന് പറയുന്ന ഒരു മന്ത്രമുണ്ട് നമുക്ക്. പക്ഷെ അതിന്റെ അർത്ഥം നമ്മൾ ശ്രദ്ധിക്കാറില്ല. അവിടെ എന്താണ്? സഹ നൗ അവതു. നൗ എന്ന് പറഞ്ഞാൽ നമ്മെ രണ്ടുപേരെയും എന്നാണ് അർത്ഥം. നമ്മുടെ എല്ലാവരെയും എന്നല്ല, നമ്മെ രണ്ടുപേരെയും. എന്താണ് ഈ ഗുരു ശിഷ്യനും പ്രാർത്ഥിക്കുമ്പോൾ നൗ നമ്മെ രണ്ടുപേരെയും എന്ന് പറയുന്നത്? ഗുരുവും ശിഷ്യനും അവർ തമ്മിൽ നേരിട്ടുള്ള ആ ബന്ധമാണ്. ഗുരു ഓരോ ശിഷ്യനുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അന്തരാഗമനെ പ്രായശ്ചിത്തം കുര്യാത്. അതിനിടയ്ക്ക് യാതൊരു അന്തരാഗമനവും അന്തരായങ്ങളും ഇംപെഡിമെന്റ്സ് ഉണ്ടാകാൻ പാടില്ല. അപ്പോ ഗുരുവിന്റെയും ശിഷ്യന്റെയും ആ നേരിട്ടുള്ള ബന്ധത്തെയാണ് ഈ ദ്വിവചനം കൊണ്ട് പറയുന്നത്. ശിഷ്യന്മാർ ധാരാളം ഉണ്ടാവും, പക്ഷെ ഓരോ ശിഷ്യനും ഗുരുവുമായിട്ട് നേരിട്ടുള്ള ബന്ധമാണ്. അതുകൊണ്ടാണ് നമ്മെ രണ്ടുപേരെയും എന്ന് പറയുന്നത്. നൗ അവതു സൗ നൗ ഭുനക്കുതു. ചിലര് സഹനാവതു സഹനൗ ഭുനക്കുതു എന്ന് പറയാറുണ്ട്. സഹനാവതു എന്നല്ല, സഹ നൗ അവതു എന്നാണ്. സഹനൗ എന്നല്ല വാക്ക്. സഹ നൗ അവതു. നൗ എന്ന് പറഞ്ഞാൽ നമ്മെ രണ്ടുപേരെയും എന്നാണ്. അപ്പോ ഞാനല്ല എന്ന് ഉച്ചാരണം വരിക, നൗ എന്നാണ്. എന്താ വ്യത്യാസം? ഞാൻ എന്ന് എവിടെ ഉച്ചരിക്കുക? ഞാൻ എന്ന് പദത്തിന്റെ തുടക്കത്തിലല്ലാതെ വരുമ്പോഴാണ് ഞാൻ എന്ന് ഉച്ചരിക്കുക. അപ്പൊ പന എന്ന് പറയാണ്. പന, ആന എന്നൊക്കെ പറയാം. എന്നുവെച്ചാൽ തുടക്കത്തിൽ എഴുതിയ ന എന്നാണ് ഉച്ചരിക്കുക. നമ്മൾ, നമ്മുടെ എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പൊ ഇതൊരു പദം, ന എന്ന് തുടങ്ങുന്ന ഒരു പദമുണ്ട്. അതാണ് നൗ എന്ന് പറയുന്നത്. അപ്പൊ സഹനാവവതു എന്നല്ല, സഹനാവവതു എന്നാണ്. നൗ എന്നാണ് അപ്പത്. നമ്മെ രണ്ടുപേരെയും ഒന്നിച്ച് രക്ഷിക്കട്ടെ. ആ പരബ്രഹ്മം നമ്മെ രണ്ടുപേരെയും കാത്തു രക്ഷിക്കട്ടെ. സഹ നൗ ഭുനക്കുതു. നമ്മെ രണ്ടുപേരെയും ഒന്നിച്ച് ഭുജിപ്പിക്കട്ടെ, ഭക്ഷിപ്പിച്ച് പോഷിപ്പിക്കട്ടെ, പോറ്റട്ടെ എന്നർത്ഥമാണ്. സഹനൗ ഭുനക് സഹ വീര്യം കരവാവട്ടെ. നമ്മെ രണ്ടുപേരെയും ഒരുപോലെ വീര്യമുള്ളവരാക്കി മാറ്റട്ടെ എന്നർത്ഥം. തേജസ്വി നാവതീതമസ്തു.
നൗ അധീതം, നാം രണ്ടുപേരും പഠിച്ച വിദ്യ തേജസ്സുറ്റതായി ഭവിക്കട്ടെ. മാ വിദ്യുഷാവഹൈ, നാം തമ്മിൽ ഒരിക്കലും വിദ്വേഷിക്കാതിരിക്കട്ടെ. ആധ്യാത്മികവും ആദിഭൗതികവും ആദിദൈവികവുമായ ദുഃഖങ്ങൾക്ക് അറുതി ഉണ്ടാകുമാറാകട്ടെ. ഇതാണ് ശാന്തി എന്ന് 3 പ്രാവശ്യം പറയുന്നത്. ഇതാണ് ഇതിന്റെ അർത്ഥം. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണത്? മാ വിദ്യുഷ, എല്ലാം പ്രധാനപ്പെട്ടതാണ്. പക്ഷേ തേജസ്വി നൗ അധീതം അസ്തു, നാം രണ്ടുപേരും പഠിച്ച വിദ്യ തേജസ്സുറ്റതായി ഭവിക്കട്ടെ. എപ്പോഴാണ് നമ്മൾ പഠിച്ച വിദ്യ തേജസ്സുറ്റതായി ഭവിക്കുക? പ്രയോഗദശയിൽ അത് നമുക്ക് പ്രയോജനപ്പെടുമ്പോഴാണ്, അല്ലെ? ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ നമുക്ക് നമ്മുടെ ഓർമ്മയിലേക്ക് അത് വരുമ്പോൾ, നമ്മുടെ മനസ്സിൽ അതിന്റെ പ്രതിഭാനം ഉണ്ടാകുമ്പോൾ, തോന്നുമ്പോൾ. നമ്മൾ സ്കൂളിൽ പോയിട്ടൊരു കാര്യം പഠിക്കും, അല്ലെങ്കിൽ കോളേജിൽ പോയിട്ടൊരു കാര്യം പഠിക്കും. ജീവിതത്തിലേക്ക് നമ്മൾ വന്നാൽ അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത വിധത്തിൽ നാം പെരുമാറുകയും ചെയ്യും. അപ്പൊ നമുക്ക് എന്തില്ല? നാം പഠിച്ച വിദ്യ തേജസ്സുറ്റതായി നമ്മളിൽ വർത്തിക്കുന്നില്ല എന്നർത്ഥം, അല്ലേ? നമ്മൾ പഠിക്കും, പലതും പഠിക്കും. നമ്മൾ പ്രകൃതി സംരക്ഷണം ആവശ്യമാണ്, അല്ലേ? എന്താണ്? മഴ പെയ്യുമ്പോ ഗംഗാവതാര കഥ പറയുന്നു. ഗംഗ 7 ഭൂമിയിലേക്ക് വന്നു, സ്വർഗംഗ ഭൂമിയിലേക്ക് വന്നു. 7 കൈവഴികളായിട്ട് ഒഴുകി. 3 കൈവഴി കിഴക്കോട്ടൊഴുകി, 3 കൈവഴികൾ പടിഞ്ഞാറോട്ടൊഴുകി. ഒരു കൈവഴി അളകനന്ദ എന്ന് പറയുന്ന കൈവഴി ഭൂമിക്കടിയിലേക്ക് പോയി, പാതാളത്തിലേക്ക് പോയപ്പോൾ പിതൃക്കൾക്ക് മോക്ഷമായി. ഇതിലൊരു ശാസ്ത്രതത്വമുണ്ട്. മഴ പെയ്യുമ്പോൾ എന്ത് വേണം? 7-1 ഭാഗം വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങണം. ഭൂമിയിൽ 7-1 ഭാഗമാണ് ഈ 15% എന്ന് പറയുന്നത്. ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാരും പറയുന്നുണ്ട് മഴ പെയ്യുമ്പോൾ 15% വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങണം എന്ന് പറയുന്നുണ്ട്. എന്നാലേ ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഉയർന്നു നിൽക്കുകയുള്ളൂ, നമുക്ക് വേണ്ട വെള്ളം കുടിക്കാൻ കിട്ടുകയുള്ളൂ. ഇതൊക്കെ നമ്മൾ പഠിക്കുകയും ചെയ്യും. മഴ പെയ്യുമ്പോൾ ഭൂമിയിലേക്ക് ഒരു തുള്ളി വെള്ളം ഇറങ്ങാത്ത വിധത്തിൽ, അല്ലേ? ഭീമാകാരമായ ഒരു വീടുണ്ടാക്കും. അതിന്റെ ചുറ്റും ഒന്നുകിൽ കോൺക്രീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ടാർ ചെയ്യും. അതുമല്ലെങ്കിൽ അവിടെ മുഴുവൻ കോൺക്രീറ്റ് കട്ടകൾ പതിച്ച് ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങാത്ത വിധത്തിലായിത്തീരും. ചിലർ മെറ്റലിടും, മെറ്റലിടുമ്പോൾ അതിന്റെ അടിയിൽ എന്ത് ചെയ്യും? പ്ലാസ്റ്റിക്കിന്റെ ഒരു ഷീറ്റ് ഇടും. അപ്പൊ എന്താവില്ല? ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങാതെ വരും. പിന്നെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് വെള്ളം വലിച്ചെറിയും, നദികളിൽ ചെന്ന് അടിയും, ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങാത്ത അവസ്ഥ ഉണ്ട്. ഇപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കുകയും പ്രവൃത്തി പഥത്തിലേക്ക് വരുമ്പോൾ അതൊന്നും നമുക്ക് പ്രയോജനം ചെയ്യാത്ത വിധത്തിൽ ആവുകയും ചെയ്യുമ്പോൾ നൗ അധീതം തേജസ്വി ന ജായതേ, നാം പഠിച്ചതൊന്നും തേജസ്സുറ്റതായി ഭവിക്കുന്നില്ല, അതിന്റെ പ്രതിഭാനം ഉണ്ടാകുന്നില്ല. എന്നുവെച്ചാൽ രാമൻ എങ്ങനെയുള്ളവനാണ്? പ്രതിഭാനവാൻ. പ്രതിഭാനവാൻ എന്താണ്? പ്രതിഭാനം ഉള്ളവനാണ്. അപ്പൊ എന്ത് അദ്ദേഹത്തിന് അധീതമായിട്ടുണ്ടോ അത് മുഴുവൻ അദ്ദേഹത്തിന് ആവശ്യഘട്ടങ്ങളിൽ അതിന്റെ പ്രതിഭാനം ഉണ്ടാകും. അതാണ് പ്രതിഭാനവാൻ എന്ന വാക്കിന്റെ അർത്ഥം. അങ്ങനെ പ്രതിഭാനമായിട്ടുള്ള രാമൻ സർവലോകപ്രിയ, എല്ലാ ലോകത്തിനും പ്രിയനായിട്ടുള്ളവനാണ്. പിന്നെയോ സാധുഹു അധീനാത്മാ വിചക്ഷണ, സാധുവാണ്. സാധു എന്ന് പറഞ്ഞാൽ ആരാണ്? സാധുനോതി പരകാര്യാണി ഇത് സാധു. അതെന്ന് പറഞ്ഞാൽ പാവം എന്നൊന്നല്ല അർത്ഥം. സാധുനോതി പരകാര്യാണി ഇത് സാധു, മറ്റുള്ളവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നവരാണ് സാധു. രാമൻ അങ്ങനെയുള്ള ആളാണ്. അതുകൊണ്ടാണ് അല്ലേ എന്തെല്ലാം ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ടാണ് തന്റെ അച്ഛന്റെ ഇംഗിതം, അച്ഛന് ശ്രേയസ്കരമായ വിധത്തിൽ രാമൻ പെരുമാറുന്നത്. അതീവ എന്താണ് മർമ്മഭേദകമായിട്ടുള്ള ദുഃഖം അനുഭവിച്ചുകൊണ്ട് രാമൻ അങ്ങനെ ചെയ്യുന്നു. അപ്പോ മറ്റുള്ളവരുടെ കാര്യം, അച്ഛന്റെ ഇഷ്ടമാണ്, അച്ഛന്റെ ശ്രേയസ്സാണ് രാമൻ വനത്തിലേക്ക് പോകുന്നതിലൂടെ സാധിച്ചത്. അപ്പൊ സാധുവാണ്. പിന്നെന്താണ്? അധീനാത്മാ, എന്നാലോ ദീനനൊന്നുമല്ല. സാധുവാണ്, ദീനനല്ല. എന്തുള്ളവനാണ്? നല്ല പൗരുഷമുള്ള ആളാണ്. പിന്നെന്താണ്? വിചക്ഷണ, വിചക്ഷണനാണ്. വിചക്ഷണൻ എന്താണ്? സാമർഥ്യമുള്ളവൻ, സമർത്ഥനായിട്ടുള്ളവൻ, കുശലൻ എന്നർത്ഥം. ഇനി തീർന്നില്ല, അതുവരെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പൊ അതിന്റെ വ്യാഖ്യാനത്തിൽ അല്പം കുറവ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നേരായി കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് നിർത്തിയോ എന്നൊരു സംശയം വന്നതുകൊണ്ടാണ് അത് ഒന്നുകൂടെ പറഞ്ഞത്. ഇനി 16ാമത്തെ ശ്ലോകം എന്താണ്? സർവദാ അഭിഗത സദ്ഭിഹി സമുദ്രൈവ സിന്ധുഭിഹി ആര്യഃ സർവസമശ്ചൈവ
സദൈവ പ്രിയദർശന. സർവദാ അഭിഗത സദ്ഭിഹി. സർവദാ, സർവദാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ടർത്ഥം വരാം. ഒന്ന് സർവം ദദാതി ഇതി സർവദ, അല്ലെ? സർവദ അല്ല, അതിന്റെ സ്ത്രീലിംഗം വരുമ്പോൾ സർവദ എന്ന് വരിക. പിന്നെ എന്താണ് ഇവിടെ? എന്താണ് സർവദ? എല്ലായ്പ്പോഴും. സർവദ എന്ന പദം സ്ത്രീലിംഗത്തിൽ പ്രയോഗിച്ചാൽ ഒന്ന് എല്ലായ്പ്പോഴും, എല്ലാം എല്ലായ്പ്പോഴും അർത്ഥം വരും. പിന്നെ സർവം ദദാതി ഇതി സർവദ, എല്ലാം നൽകുന്നവൻ. സർവദ സർവം ദദാതി എന്നർത്ഥവും പറയാം, അല്ലെ? സർവദ സർവദാസ്മാകം സന്നിധിം സന്നിധിം ക്രിയാത് എന്ന് പറയുമ്പോൾ സർവദ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലായ്പ്പോഴും എല്ലാം അഭിഷ്ടങ്ങളെയും നൽകുന്ന ദേവി എന്ന് അർത്ഥമാണ് അതിനെ. ഇരിക്കട്ടെ. അപ്പോ എല്ലായ്പ്പോഴും അഭിഗത, അഭിഗമിക്കപ്പെട്ടവൻ. അഭിഗമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അഭിമുഖമായിട്ട് ഗമിക്കുക, ചെല്ലുക, അപ്രോച്ച്. യെസ്, അപ്രോച്ച്. എല്ലായ്പ്പോഴും എന്താണ്? സമീപിക്കപ്പെടുന്നവനാണ്. സമീപിക്കപ്പെടുന്നവൻ കർമ്മണിയാണ്. ആരാൽ സമീപിക്കപ്പെടുന്നവൻ? സദ്ഭിഹി, സജ്ജനങ്ങളാൽ അഭിഗമിക്കപ്പെടുന്നവൻ. സജ്ജനങ്ങൾ എപ്പോഴും എന്ത് ചെയ്യും? രാമനെ കാണാനായിട്ട് ചെല്ലും. അതുകൊണ്ടാണ് സർവദാ സദ്ഭിഹി അഭിഗത എന്ന് പറഞ്ഞത്. എന്തുപോലെ? സമുദ്ര ഇവ സിന്ധുഭിഹി. സിന്ധുഭിഹി സമുദ്ര ഇവ. സിന്ധുക്കളാൽ സമുദ്രം എന്നതുപോലെ. സിന്ധുക്കളാൽ സമുദ്രം എന്താണ് ചെയ്യപ്പെടുന്നത്? അഭിഗമിക്കപ്പെടുന്നു. അഭിഗമിക്കുക എന്ന് പറഞ്ഞാൽ അഭിമുഖമായിട്ട് ഗമിക്കുക. സിന്ധു എന്ന പദത്തിന് പല അർത്ഥങ്ങളുണ്ട്. ഒന്ന് സിന്ധു, സിന്ധു നദി. പിന്നെ വെറും നദി എന്ന അർത്ഥമുണ്ട് സിന്ധു എന്ന പദത്തിന്. സമുദ്രം എന്ന അർത്ഥമുണ്ട് സിന്ധു എന്ന പദത്തിന്. ഇവിടെ സിന്ധു എന്നുള്ളതിന് നദി എന്ന അർത്ഥമാണ്. നദികൾ എപ്പോഴും എങ്ങനെയാണ്? എവിടേക്കാ പോകുന്നത്? സർവദാ സമുദ്ര അഭിമുഖം ഏവ നദ്യഃ ഗച്ഛന്തി. നദികൾ എപ്പോഴും പോകുന്നത് സമുദ്രത്തിന് അഭിമുഖമായിട്ടാണ് നദികൾ പോകുന്നത്. അപ്പോ അത് കിഴക്കോട്ട് പോവാണെങ്കിലും പടിഞ്ഞാട്ട് പോവാണെങ്കിലും എവിടേക്കാണ്? സമുദ്രത്തിന് അഭിമുഖമായിട്ടാണ് ആര് പോകുന്നത്? ഈ നദികൾ പോകുന്നത്. അപ്പൊ നദികൾ എപ്പോഴും സമുദ്രത്തിന് അഭിമുഖമായി പോകുന്നത് പോലെ സജ്ജനങ്ങൾ എപ്പോഴും രാമന് അഭിമുഖമായി പോകുന്നു, രാമനെ സമീപിക്കുന്നു എന്നർത്ഥം. സർവ്വത, എല്ലായ്പ്പോഴും, രാപകൽ ഭേദം ഒന്നും അവിടെ ഇല്ല. എവിടെയാണ്? രാമൻ കാട്ടിലേക്ക് പോയപ്പോഴും ജനങ്ങളൊക്കെ എന്ത് ചെയ്തു? കാട്ടിൽ രാമൻ എവിടെയാണെന്ന് അന്വേഷിച്ചിട്ട് കാട്ടിലേക്ക് പോയി. അവര് തൻ്റെ സ്ഥാനം, തൻ്റെ ആശ്രമസ്ഥാനം കണ്ടുപിടിച്ചു എന്നറിഞ്ഞപ്പോ രാമൻ ആ സ്ഥാനവും വിട്ട് മറ്റൊരു സ്ഥാനത്തേക്ക് പോയി. ഇങ്ങനെയാണല്ലോ ഇവിടെ ഉണ്ടായത്. സർവദാ അഭിഗത സദ്ഭിഹി, സജ്ജനങ്ങളാൽ എപ്പോഴും അഭിഗമിക്കപ്പെടുന്നവൻ. എന്തുപോലെ? നദികളാൽ അഭിഗമിക്കപ്പെടുന്ന സമുദ്രം പോലെ എന്നർത്ഥം. ഇനി ആര്യ സർവസമശ്ചൈവ സദൈവ പ്രിയദർശന. ആര്യൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദ്രാവിഡനല്ലാത്തവനാണെന്നല്ല അതിന്റെ അർത്ഥം. ആര്യനാണ്. പലരും വിചാരിക്കാണ്ട് രാമൻ ആര്യനാണ്, ദ്രാവിഡനല്ല എന്ന അർത്ഥത്തിലാണ് പറയുന്നത് എന്ന് പലരും വിചാരിക്കാറുണ്ട്. അതൊരു അബദ്ധമായിട്ടുള്ള ധാരണയാണ്. ആര്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കർത്തവ്യം ആചരൻ നിത്യം അകർത്തവ്യം അനാചരൻ തിഷ്ടതി പ്രകൃതാചാരേ യോ അയം ആര്യ ഇതി സ്മൃതഃ. കർത്തവ്യം ആചരൻ നിത്യം, എന്നും തൻ്റെ കർത്തവ്യങ്ങൾ ആചരിക്കുക. അകർത്തവ്യം അനാചരൻ, അകർത്തവ്യം ചെയ്യാൻ പാടില്ലാത്തത്. അകർത്തവ്യം അനാചരൻ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നിഷ്ഠയോടെ ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് തിഷ്ടതി പ്രകൃതാചാരേ, പ്രകൃതാചാരത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ. പ്രകൃതാചാരം എന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരി എന്ന പ്രകൃതി. അവൻ ബ്രഹ്മചാരിക്ക് അനുസരിച്ച വിധത്തിൽ പ്രവർത്തിക്കണം. ഗൃഹസ്ഥനനുസൃതമായ വിധത്തിലും വാനപ്രസ്ഥനും സന്യാസിയും അവർക്കനുസൃതമായ വിധത്തിലും പ്രവർത്തിക്കണം. അതാണ് തിഷ്ടതി പ്രകൃതാചാരേ യഹ അയം ആര്യേതി സ്മൃതഃ. ഇങ്ങനെയൊക്കെയുള്ളത് ആരാണോ അയാളാണ് ആര്യനെന്ന് പറയുന്നത്, അല്ലെ? നമ്മുടെയൊക്കെ വീടുകളിൽ ഓരോ ആര്യന്മാർ ഉണ്ട്, അഥവാ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. ദൗർഭാഗ്യവശാൽ ചിലപ്പോ മരിച്ചു പോയിട്ടുണ്ടാവും. ആരാണ് നമ്മുടെ വീടുകളിലുള്ള ആര്യൻ? ആരാണ്?
നമ്മുടെ അച്ഛൻ. ഒരു പിതാവിനെ ഒരു ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അച്ഛൻ. അതുകൊണ്ടാണ് ഭർത്താവിന് എന്ത് പറയുന്നത്? ആര്യപുത്രൻ എന്ന് പറയുന്നത്, ആര്യന്റെ പുത്രൻ. അപ്പൊ ഭർത്താവ് ഒരു അമ്മാനച്ഛൻ വീട്ടിൽ എങ്ങനെയായിരിക്കണം എന്നാണ് ഈ ആര്യപുത്രൻ എന്ന വാക്ക് തന്നെ ശക്തമായ ഒരു സൂചനയാണ്. എന്തിന്റെ സൂചനയാണ്? അവിടുന്ന് ആര്യനാണ്. ആര്യ അച്ഛൻ, അമ്മാനച്ഛൻ ആര്യനാണ്. അദ്ദേഹം എന്തേ ചെയ്യുള്ളൂ? കർത്തവ്യമേ ചെയ്യും. കർത്തവ്യം കർത്തവ്യം എന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കണം എന്നുള്ളതാണ് കർത്തവ്യം. കർത്തവ്യം, കരണീയം, കാര്യം നമ്മൾ പറയാറില്ലേ? ഇതൊക്കെ എന്താ അർത്ഥം? കാര്യം, കർത്തും യോഗ്യം, ചെയ്യാനുള്ള കാര്യത്തെയാണ് കാര്യം എന്ന് പറയാ അല്ലേ? കുട്ടികൾ കിടന്ന് ബഹളം വെക്കുമ്പോ നിങ്ങൾക്ക് എന്താ അവിടെ കാര്യം എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് എന്താണ് ഇവിടെ ചെയ്യാനുള്ളത് എന്നാണ് അർത്ഥം. പണികൾ ചെയ്യാനുണ്ടെങ്കിൽ ആർക്കത് എന്ത് ചെയ്യാൻ പാടില്ല? തടസ്സപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്താ അവിടെ കാര്യം, എന്താ കർത്തവ്യം, എന്താണ് കരണീയം എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. കൃത്യം, എത്ര പദങ്ങളായി? കൃത്യം, കരണീയം, കർത്തവ്യം, കാര്യം. ഇതിനൊക്കെ അർത്ഥം ഡ്യൂട്ടി എന്നാണ്. കർത്തവ്യം ആചരൻ എന്നും കർത്തവ്യത്തെ ആചരിക്കുകയും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാതിരിക്കുകയും വേണം. അങ്ങനെയുള്ള ആൾ ആരാണ്? ആര്യനാണ്. അപ്പോ അത് ആര്യനാണ്. ഒരു മകനെ വിവാഹം കഴിപ്പിക്കുമ്പോൾ ആ അച്ഛൻ അവിടെ എങ്ങനെയാണ്? നല്ല ഓർമ്മയോടുകൂടിയിരിക്കണം. ഞാൻ ആര്യനാണ്, ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാൻ പാടുള്ളൂ, ചെയ്യാൻ പാടില്ലാത്തത് ഒന്നും എൻ്റെ ഭാഗത്ത് നിന്ന് വന്നുകൂടാ എന്നുള്ള ഉത്തമമായ ബോധ്യത്തോടു കൂടി ഇരിക്കേണ്ട ആളാണ് അച്ഛൻ മക്കളെ വിവാഹം കഴിപ്പിച്ച. അല്ലെങ്കിൽ ചെയ്യാമെന്നല്ല എൻ്റെ അർത്ഥം. അവിടെ പ്രത്യേകിച്ചും നിങ്ങൾ ആര്യനാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന പദമാണ് ഭർത്താവിനെ ആര്യപുത്രൻ. ആ ആര്യന്റെ മകനാണ് അവിടുന്ന്. അപ്പൊ അയാൾക്കും തന്നെ എന്താണ്? നീ ആര്യന്റെ മകനാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നീയും എന്തായിരിക്കണം? ആര്യനായിരിക്കണം എന്നാണ്. അപ്പോ ഒരു പെൺകുട്ടി വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ആരും എന്താണ്, അഥവാ ഏതെങ്കിലും അസ്പൃഹണീയങ്ങളായ പ്രവൃത്തികൾ ആ കുടുംബത്തിൽ, ആ വീട്ടിൽ ഒരംഗത്തിനുണ്ടെങ്കിൽ പോലും അതെന്ത് ചെയ്യണം? മാറ്റിക്കളയണം. ഇതാണ് നമ്മുടെ സംസ്കാരം. അതുകൊണ്ടാണ് ഭർത്താവിന് ആര്യപുത്രൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഓർത്തിരുന്ന് പറയണം. അപ്പൊ ആര്യനാണ് രാമനും. പിന്നെന്താണ്? സർവസമശ്ചൈവ, എല്ലാവർക്കും സമനാണ് അദ്ദേഹം. ഒരാളോടും എന്ത് ചെയ്യില്ല? പക്ഷപാതിത്വം ഒരാളോടും കാണിക്കില്ല, ഒരാളുടെ പക്ഷത്തും പതിക്കുകയില്ല. സർവസമശ്ചൈവ സദൈവ പ്രിയദർശന. സദൈവ, സദാ ഏവ, സദൈവ. നമ്മൾ തഥൈവ എന്ന് കേട്ടിട്ടില്ലേ? തഥൈവ, തഥാ ഏവ, തഥൈവ. തഥാ എന്ന് പറഞ്ഞാൽ അപ്രകാരം, ഏവ തന്നെ. അപ്പൊ തഥൈവ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്രകാരം തന്നെ എന്നാണ് അർത്ഥം അല്ലേ? പരീക്ഷയ്ക്ക് തോറ്റ ഒരു കുട്ടി വീണ്ടും പരീക്ഷ എഴുതി, ഫലം തഥൈവ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നേരത്തെ ഉണ്ടായതുപോലെ തന്നെയാണ് എന്നാണ് അതിന്റെ അർത്ഥം. തഥാ ഏവ. അതുപോലെ ഇവിടെ സദൈവ, സദൈവ എന്ന് പറഞ്ഞാൽ എന്താണ്? സദാ ഏവ പ്രിയദർശന. എല്ലായ്പ്പോഴും അദ്ദേഹം പ്രിയദർശനാണ്. ആർക്കും, ദർശിക്കുന്ന ആൾക്ക് പ്രിയമായിട്ടുള്ള ദർശനത്തോടു കൂടിയവനാണ്. ഒരാളുടെയും മുന്നിൽ രാമൻ ദുർമുഖം കാണിക്കുകയില്ല. അപ്പൊ എന്തായി? സർവദാഭിഗത സദ്ഭിഹി സമുദ്രൈവ സിന്ധുഭിഹി ആര്യ സർവസമശ്ചൈവ സദൈവ പ്രിയദർശനഃ സച സർവഗുണോപേതഃ കൗസല്യാനന്ദവർദ്ധനഃ സമുദ്ര ഇവ ഗാംഭീര്യേ ധൈര്യേണ ഹിമവാനിവാൻ സഹ ച സർവഗുണോപേതഃ, എല്ലാ ഗുണങ്ങളോടും കൂടിയവനാണ്. അതാണിപ്പോ വാൽമീകി ചോദിച്ചതും അത് തന്നെയാണ്. വാൽമീകി കുറച്ചും കൂടെ സംക്ഷിപ്തമായിട്ട് ചോദിച്ചു. നാരദൻ പറഞ്ഞപ്പോ വീണ്ടും വിശദമായിട്ട് അങ്ങനെ പറഞ്ഞു പോവാണ്. സർവഗുണോപേത, എല്ലാ ഗുണങ്ങളും, അങ്ങ് പറഞ്ഞ എല്ലാ ഗുണങ്ങളും രാമനിലുണ്ട്. വീണ്ടും വീണ്ടും പറയുകയാണ് ഇന്ന ഗുണങ്ങൾ. അതിന്റെ തന്നെ സ്പെസിഫിക്കേഷൻസ് ആണ് വരുന്നത്. എന്താണ്? സർവഗുണോപേത, സർവഗുണങ്ങളാൽ ഉപഇത, ഉപേതൻ. ഉപേതൻ എന്താണ്? ഉപേതം എന്ന് പറഞ്ഞാൽ സമേതം എന്ന് കേട്ടിട്ടുണ്ട് നമ്മളല്ലേ? സമേതം. എന്താ സമേതം എന്ന് പറഞ്ഞാൽ? സമം എന്ന് പറഞ്ഞാൽ കൂടെ, സമേതൻ കൂടെ പോയവൻ എന്നർത്ഥം.
ഭാര്യാസമേതൻ, കുടുംബസമേതൻ, കുടുംബത്തോടൊപ്പം പോയവൻ. അവൻ അങ്ങിന്ന് കുടുംബസമേതം വരണം എന്ന് പറഞ്ഞാൽ കുടുംബത്തോടൊപ്പം പോകുന്നവനായിട്ട് വരണം, കുടുംബത്തോടൊപ്പം വരണം എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ എന്താണ്, ഇവിടെ എന്തിനോട് കൂടിയവനാണെന്നാണ് പറഞ്ഞത്? ഗുണോപേദ. ഉപ ഇത, ഉപ സമീപം, ഇതം ഉപേദം. അപ്പൊ എന്തായി? സമീപം ഗമിച്ചത് എന്നർത്ഥം. എന്തിനോട് സമീപമുള്ളവനാണ്? സർവഗുണോപേദ, സർവഗുണങ്ങളോടും ഉപേദനാണ്. സർവഗുണങ്ങളും അദ്ദേഹത്തെ സമീപിച്ചിരിക്കുന്നു, അദ്ദേഹത്തിന് ഉണ്ട് എന്നർത്ഥം. എല്ലാ ഗുണങ്ങളോടും കൂടിയവൻ. പിന്നെന്താണ്? കൗസല്യാനന്ദവർദ്ധന. കൗസല്യായ, കൗസല്യാദേവിയുടെ മാതാവായ കൗസല്യക്ക് ആനന്ദം വർദ്ധിപ്പിക്കുന്നവനാണ്. അമ്മയ്ക്ക് ആനന്ദം വർദ്ധിപ്പിക്കുന്നവനാണ്. അമ്മയ്ക്ക് എപ്പോഴാണ് ആനന്ദം വർദ്ധിക്കുക? അമ്മയ്ക്ക് ആനന്ദം വർദ്ധിക്കണമെങ്കിൽ മകൻ എങ്ങനെയായിരിക്കണം? അച്ഛനെ പോലെ യശസ്വിയായിരിക്കണം, ശ്രേയസ്വിയായിരിക്കണം, ഗുണഗണങ്ങളോട് കൂടിയവനായി. അങ്ങനെയാണോ അമ്മ? അച്ഛന്റെ തന്റെ ഭാഗമാണ് അമ്മ. ആ അമ്മയ്ക്ക് സന്തോഷമാകണമെങ്കിൽ കുട്ടി കുടുംബത്തിന് ചേർന്നതാകണം, അച്ഛനെ പോലെയൊക്കെ ആയിരിക്കണം. അപ്പൊ കൗസല്യക്ക് ആനന്ദത്തെ വർദ്ധിപ്പിക്കുന്നവൻ ആയിരുന്നു. സമുദ്ര ഇവ ഗാംഭീര്യേ, ഗാംഭീര്യം കൊണ്ട് സമുദ്രം പോലെ. സമുദ്രം എന്താണ്? ഗംഭീരം അല്ലെ? അഗാധവും അപാരവുമായിരിക്കുന്ന സമുദ്രം, മറികടക്കാൻ പറ്റാത്ത വിധം അത്രയേറെ വിസ്തൃതമായിരിക്കുന്നവൻ. അഗാധം, എത്രയാണ് ഇതിന്റെ ആഴം എന്ന് അറിയാൻ പറ്റാത്ത വിധത്തിലിരിക്കുന്ന സമുദ്രം. അപ്പോ ആ സമുദ്രം എന്താണ്? ഗാംഭീര്യത്തോടു കൂടിയതാണ് അല്ലെ? തീരത്തിനോടടുത്താണ് തിരയുള്ളത്. പിന്നെ അങ്ങോട്ട് ഉള്ളിലേക്ക് ഇറങ്ങി നോക്കിയാൽ എങ്ങനെയാണ്? ഇത്രമാത്രം ഗംഭീരമാണ് സമുദ്രം. സമുദ്രം പോലെ ഗംഭീരനാണ്. ധൈര്യേണ ഹിമവാനിവ, ധൈര്യം കൊണ്ട് ഹിമവാനെ പോലെയാണ്. ഹിമവാന്റെ പ്രത്യേകത എന്താണ്? അചഞ്ചലനാണ്. അപ്പൊ ധൈര്യം, ധീരതയുള്ളവന്റെ ലക്ഷണം എന്താണ്? ചാഞ്ചല്യമില്ലാതിരിക്കലാണ് ധീരതയുടെ ലക്ഷണം. അപ്പോ എന്താണ്? ഹിമവാനെ പോലെ ധീരനും ആയിരുന്നു രാമൻ. സച സർവഗുണോപേത കൗസല്യാനന്ദവർദ്ധന സമുദ്ര ഇവ ഗാംഭീര്യേ ധൈര്യേണ ഹിമവാൻ ഇവ. ഇവ എന്ന് പറഞ്ഞ പോലെ എന്നാണ് അർത്ഥം കേട്ടോ. ഹിമവാൻ ഇവ. വിഷ്ണുനാ സദൃശോ വീദ്യേ സോമവത് പ്രിയദർശന കാലാഗ്നി സദൃശ ക്രോധേ ക്ഷമയാ പൃഥിവീ സമഹ. വിഷ്ണുനാ സദൃശ ക്രോധേ, ക്രോധത്തിൽ എന്നാൽ ഇത്ര ശാന്തതയ്ക്കുള്ളതാണ്. ക്രോധം വന്നാൽ വിഷ്ണുനാ സദൃശ, കോപിച്ചാൽ വിഷ്ണുവിനെ പോലെയാണ്. ഉഗ്രകോപനാണ് വിഷ്ണു ഭഗവാൻ. കോപിച്ചാൽ അല്ലെങ്കിൽ വളരെ ശാന്തനാണ്. അപ്പോൾ വിഷ്ണുനാ സദൃശ വീര്യത്തിൽ, വീര്യത്തിൽ, ക്രോധത്തിലല്ല വീര്യത്തിൽ. ക്രോധത്തിൽ നമ്മുടെ ശ്രീപരമേശ്വരനാണല്ലോ എന്തായിരിക്കുന്നവൻ, കാമദേവനെയൊക്കെ ദഹിപ്പിച്ച് നമുക്കറിയാം. വീര്യത്തിൽ എന്താണ്? വിഷ്ണുവിന് സദൃശനാണ്. പിന്നെന്താണ്? സോമവത് പ്രിയദർശന, എന്നാലോ സോമനെ പോലെ. സോമഹ എന്ന് പറഞ്ഞാല് ചന്ദ്രൻ, ചന്ദ്രനെ പോലെ പ്രിയദർശനാണ്. ചന്ദ്രൻ എല്ലാവർക്കും എന്താണ്? നയനാശയജനകം ആണ് ചന്ദ്രന്റെ ദർശനം അല്ലെ? ചന്ദ്രൻ സൂര്യനെ കാണുന്നത് പോലെ സൂര്യനെ കാണാൻ പറ്റില്ല, തേജസ്വിയായ സൂര്യനെ കാണാൻ പറ്റില്ല. ചന്ദ്രനെ എന്താണ്? ആരും ഒന്ന് നോക്കിപ്പോകും ചന്ദ്രനെ കണ്ടാൽ. ചെറിയ കുട്ടികളെയൊക്കെ ചോറ് കൂട്ടാനായിട്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് അമ്മമാര് കുട്ടികളെയും കൊണ്ട് ഇറങ്ങും. കണ്ടു അമ്പിളിയമ്മാവൻ എന്താ അവിടെ നിന്ന് ചിരിക്കണമെന്ന് പറയുമ്പോ ഏത് ചെറിയ കുട്ടിയും കൈ ഒന്ന് മുകളിലേക്ക് ഉയർത്തും ആ അമ്പിളിയമ്മാവനെ ഒന്ന് തൊടാനായിട്ട്. എന്തൊരു കർണ ആനന്ദകരമാണ് അല്ലേ? കൺ കുളിപ്പിക്കുന്ന ദർശനമാണ് ചന്ദ്രന്റെ. അതുകൊണ്ടാണ് സോമനെ പോലെ, സോമവത് പ്രിയദർശന, സോമനെ പോലെ ചന്ദ്രനെ പോലെ പ്രിയമായ ദർശനത്തോട് കൂടിയവനാണ്. എന്നാൽ കാലാഗ്നി സദൃശ ക്രോധേ, ക്രോധം വന്നാൽ കാലാഗ്നി സദൃശനാണ്. കാലാഗ്നി സദൃശനാണ്. യുഗാന്തത്തിൽ ഉള്ളതായ എന്താണ്? സർവവിനാശകമായ അഗ്നിയെ പോലെ അത്ര ചൂടാണ്. അടുക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ളതായ ക്രോധം ഉള്ളവനാണ് രാമൻ. കാലാഗ്നി സദൃശ ക്രോധേ ക്ഷമയാ പൃഥിവീ സമഹ. ഇത്രയും ക്രോധമൊക്കെ ഉണ്ടെങ്കിലോ ക്ഷമയാ പൃഥിവീ സമഹ, ഭൂമിക്ക് സമനാണ് ക്ഷമ കൊണ്ട്. അത്രയ്ക്ക് ക്ഷമിക്കുന്നവനാണ് എന്ന് അർത്ഥം. അപ്പോ
ക്ഷമയാ പൃഥിവീ സമഹ. അപ്പൊ എന്തായി? വിഷ്ണുനാ സദൃശോ വീര്യെ സോമവത് പ്രിയദർശന കാലാഗ്നി സദൃശ ക്രോധേ ക്ഷമയാ പൃഥിവീ സമഹ ധനദേന സമസ്ത്യാഗേ സത്യേ ധർമ്മൈവാപരഃ തമേവം ഗുണസമ്പന്നം രാമം സത്യപരാക്രമം ധനദേന സമഹ ത്യാഗേ. ഇനി ത്യജിക്കുക. ത്യാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ത്യജിക്കലാണ്. നമ്മൾ ത്യാഗം സഹിക്കുക എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് ത്യാഗം സഹിക്കുക എന്ന് പറഞ്ഞാൽ? ത്യജിക്കുക. നമുക്കുള്ളതിനെ മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുക. അതാണ് നമ്മൾ ത്യാഗം എന്ന് പറയാം. നമ്മുടെ സുഖം ത്യജിക്കുക ത്യാഗമാണ്, അല്ലേ? രാത്രി നല്ല സുഖമായിട്ട്, നല്ല മഴയാണ്, പുറത്ത് ഗംഭീരമായിട്ട് മഴ പെയ്യുന്നു, നമ്മൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അടുത്ത വീട്ടിൽ നിന്ന് ഒരു കരച്ചിൽ കേൾക്കുന്നത്, അയ്യോ ആരെങ്കിലും ഒന്ന് വരണേ, ഇതാ അച്ഛൻ അതാ വീണു, കുളിമുറി പോയതാണ്, അതാ വീണു, ഇവിടെ ആരും ഇല്ലല്ലോ കൊണ്ടുപോകാനായിട്ട് ആശുപത്രി. അത് അവരുടെ കാര്യമല്ലേ നീ വെച്ച് നമ്മളിരുന്നാൽ എന്താണ്? നമ്മുടെ നല്ല അയൽവക്കക്കാരൻ. നേരെ മറിച്ച് കാര്യം കിടന്നുറങ്ങാൻ നല്ല സുഖമാണ്, എന്തായാലും വീട്ടില്ല. നമ്മുടെ സുഖം കളഞ്ഞുകൊണ്ട് എന്താണ് അവിടെ വയ്യാതിരിക്കുന്ന അച്ഛനെ ആശുപത്രി കൊണ്ടുപോകാൻ നമ്മൾ കൂടുന്നു. വേണ്ടി വന്നാൽ കുറച്ച് കാശും മുടക്കുന്നു, പാവപ്പെട്ട കുടുംബമൊക്കെ ആണെങ്കിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ധനം ത്യജിച്ചു, നമ്മുടെ സുഖം ത്യജിച്ചു. നമ്മൾ എന്ത് ചെയ്തു? ത്യാഗം ചെയ്തു. അപ്പോ ഇവിടെ എന്താണ്? അപ്പൊ ത്യാഗം, ഈ മനോഭാവമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ വേദത്തിൽ, ഉപനിഷത്തിൽ പറയുന്നത് തേന ത്യക്തേന ഭുഞ്ചീതാഹ മാഗൃധ കസ്യസിദ്ധനം. തേന ത്യക്തേന ഭുഞ്ചീത, ത്യജിക്കപ്പെട്ടത് കൊണ്ട് നീ ഭുജിക്കുക. അതായത് മറ്റുള്ളവരുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി വന്നത് നീ ഭുജിക്കുക, അല്ലേ? പശുവിന് ധാരാളം പാലുണ്ട്, പശുവിന്റെ കുട്ടിക്ക് കൊടുക്കാനാണ് അതിൽ പാലിന് പ്രാമുഖ്യം. ആ കുഞ്ഞിന് കൊടുക്കാതെ നീ കുടിക്കാൻ പാടില്ല. കുഞ്ഞിന് ആവശ്യത്തിന് കൊടുക്കുക, അത് കഴിഞ്ഞിട്ടുള്ള പാല് നിനക്ക് ഉപയോഗിക്കാം, ഒരു വിരോധവും ഇല്ല. എവിടെയും അങ്ങനെയാണ്. ത്യക്തം, അത് എന്തിനു വേണ്ടി ഉണ്ടായിരിക്കുന്നു അതിന്റെ കാര്യം സാധിച്ച് ബാക്കിയുള്ളത്. ആരുടെയും ധനം നീ ആഗ്രഹിക്കരുത്. ധനം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ, മൂലധനമാണ്. മൂലധനം പോയാൽ എന്താണ്? സ്ഥാപനം പൊട്ടിപ്പോകും, അല്ലേ? ഇനിയിപ്പോ ഒരു മാസം കൂടെ അങ്ങോട്ട് കഴിയട്ടെ, ഓണക്കാലം വരട്ടെ, അല്ലേ? സമരങ്ങളുടെ ഒരു വേലിയേറ്റം തുടങ്ങും. മാനേജ്മെന്റ് പറയും കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര തരാൻ നിവൃത്തിയില്ല, പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ സ്ഥാപനത്തിന്, അതുകൊണ്ട് ഈ വർഷം എന്താണ് ബോണസ് ഇത്രയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനേക്കാൾ വലിയ നഷ്ടം കമ്പനിക്ക് വരത്തക്ക വിധത്തിൽ സമരം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ലാഭം തരാനില്ലെങ്കിൽ മൂലധനത്തിൽ നിന്ന് എടുത്തിട്ട് വേണം തരാൻ. അങ്ങനെ എത്ര കാലം നിലനിൽക്കാൻ കഴിയും? മാഗൃധ കസ്യസിത് ധനം, ആരുടെയും ധനം നീ മോഹിക്കരുത്. ഒരുവന്റെയും മൂലധനം എടുത്ത് തരാൻ നീ ആവശ്യപ്പെടരുത്. അപ്പോ ഇതിന്റെ എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾക്ക് ഇനി കാണാൻ കഴിയുന്നത്. ആരും ചോദിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ചോദിക്കുമ്പോ ഇത് നമുക്ക് തരാനുള്ള കപ്പാസിറ്റി, ശക്തി ഉണ്ടോ എന്നും കൂടെ ചിന്തിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതാണ് നമ്മുടെ സംസ്കാരം. ഇരിക്കട്ടെ. അപ്പോ എന്താണ്? ത്യാഗം ചെയ്യുന്നതിൽ ധനദേന സദൃശ. ധനദൻ ആരാണ്? ധനം ദദാതി, ധനം നൽകുന്നവനാണ് ധനദൻ. അതാരാണ്? ധനം നൽകുന്നവൻ ആരാണ്? കുബേരൻ. കുബേരനെ പോലെയാണ് ത്യാഗത്തിൽ, എല്ലാവർക്കുമായി ത്യാഗം ചെയ്യുന്നതിൽ ആരെ പോലെയാണ്? കുബേരനെ പോലെയാണ്. ധനദേന സമസ്ത്യാഗേ സത്യേ ധർമ്മ ഇവാപരഃ. സത്യത്തിൽ മറ്റൊരു ധർമ്മം പോലെ. ധർമ്മം എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? സത്യത്തിലാണ്. അപ്പോ സത്യത്തിന്റെ കാര്യം എടുത്തു നോക്കിയാൽ രാമൻ എന്താണ്? മറ്റൊരു ധർമ്മം തന്നെയാണ് രാമൻ എന്നർത്ഥം. അപരഹ ധർമ്മ ഇവ. അത്രയും ഗുണങ്ങൾ പറഞ്ഞു രാമന്റെ. ഇനി പറയാണ്, ആ രാമനെ ദശരഥൻ രാജാവായി അഭിഷേകം ചെയ്യാൻ നിശ്ചയിച്ചു എന്നാണ് പറയുന്നത്. തമേവം ഗുണസമ്പന്നം രാമം സത്യപരാക്രമം ജ്യേഷ്ഠം ജ്യേഷ്ഠഗുണൈർയുക്തം പ്രിയം ദശരഥസുതം പ്രകൃതീനാം ഹിതൈർയുക്തം പ്രകൃതി പ്രിയകാമ്യയാ യൗവരാജ്യേന സംയോക്തം ഐച്ഛത് പ്രീത്യാ മഹീപതിഹി. അവിടെയാണ് അത് ഒരു വാക്യം അവസാനിക്കുന്നത്. അതാണ് തം ഏവം ഗുണസമ്പന്നം. തം രാമം
ആ രാമനെ. എങ്ങനെയുള്ള രാമനെ? ഏവം ഗുണസമ്പന്നം, ഇപ്രകാരം ഗുണസമ്പന്നനായിരിക്കുന്ന ആ രാമനെ. എങ്ങനെയുള്ള രാമനാണ്? സത്യപരാക്രമം, സത്യപരാക്രമത്തോടു കൂടി, സത്യത്തിന് വേണ്ടിയുള്ള പരാക്രമത്തോട് കൂടിയ രാമൻ ഒരു പരാക്രമം കാണിക്കുന്നുണ്ടെങ്കിൽ അതെന്തിനോട്? സത്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇല്ല. അല്ലാതെ തന്റെ കാര്യം നേടാൻ വേണ്ടി പരാക്രമം കാണിക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൈകേയിയുടെ മകനായ രാമനെ, ഭരതനെ അഭിഷേകം ചെയ്യാൻ നേരത്ത് ലക്ഷ്മണൻ പറഞ്ഞതുപോലെ അച്ഛനെ ഞാൻ കാരാഗൃഹത്തിൽ അടയ്ക്കാം, ജ്യേഷ്ഠൻ പോകണ്ട എന്ന് പറഞ്ഞു ലക്ഷ്മണൻ. ഇല്ലേ? എന്താണ് ലക്ഷ്മണൻ അങ്ങനെ പറഞ്ഞത്? ജ്യേഷ്ഠനെ കാട്ടിലേക്ക് അയക്കി, വേണ്ട, അച്ഛൻ അങ്ങനെ ചെയ്യാൻ പാടില്ല, അച്ഛനെ ഞാൻ കാരാഗൃഹത്തിൽ അടയ്ക്കാം, അല്ലേ, ജ്യേഷ്ഠൻ പോണ്ട. അത് സമ്മതിച്ചില്ല രാമൻ. തനിക്ക് വേണ്ടിയുള്ള പരാക്രമമല്ല, സത്യത്തിന് വേണ്ടിയുള്ള പരാക്രമേ രാമന് ഉള്ളൂ, സത്യത്തിന് വേണ്ടി. അതാണ് രാമൻ ചെയ്തത്. അതുകൊണ്ടാണ് കാട്ടിലേക്ക് പോയി, അല്ലേ? വാക്ക് സത്യമാക്കുക, അത് വേദം പറയുന്നതാണ്. പറയുന്നത് പോലെ പ്രവർത്തിക്കുമ്പോഴാണ് വാക്ക് എന്താകുന്നത്? സത്യമാകുന്നത്. അങ്ങനെ പറയുന്നുണ്ട് വേദം. പതംഗോ വാചം മനസാ ബിഭർത്തി താം ഗന്ധർവോ അവദദ്ഗർഭേന്ദഃ താം ദ്യോതമാനാം സ്വര്യം മനീഷാം ഋതസ്യ പദേ കവയോ നിപാന്തി എന്ന് ഋഗ്വേദം പറയുന്നുണ്ട്. നമ്മൾ അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞോ? ഈ മന്ത്രം, ഋഗ്വേദ മന്ത്രം നമ്മൾ മുമ്പെങ്ങാനും പറയേണ്ടായിട്ടുണ്ടോ? ചിലപ്പോ പറഞ്ഞിട്ടുണ്ടോ? പലയിടത്തും സത്യത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എന്താണ്? പതംഗോ വാചം മനസാ ബിഭർത്തി. പതംഗൻ, സൂര്യനാണ് എല്ലാ ഊർജവും നമുക്ക് നൽകുന്നത്. സൂര്യൻ ഊർജം നൽകുന്നതുകൊണ്ടാണ് നമ്മളെല്ലാം പ്രവൃത്തികൾ ചെയ്യുന്നത്. താൻ നൽകുന്ന ഊർജം കൊണ്ട് ഈ ജീവജാലങ്ങൾ എന്ത് പ്രവൃത്തികളാണ് ചെയ്യുന്നത് എന്ന് സൂര്യൻ നോക്കുന്നുണ്ട് എന്നാണ്. എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായി സൂര്യൻ അതിനെ നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സന്ധ്യയാകുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് സൂര്യന്റെ തേജസ് നമ്മൾ അഗ്നിയിലേക്ക് സംക്രമിപ്പിച്ച് നമ്മുടെ വീട്ടിൽ ജ്വലിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുന്നത്? സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപാണ് വിളക്ക് വയ്ക്കുന്നത്. സൂര്യൻ സർവകർമ്മ സാക്ഷിയാണ്, നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അസ്തമയത്തിന് മുൻപ് വിളക്ക് നമ്മൾ വെക്കുന്നത്. പ്രഭാതത്തിലും എന്താണ്? സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് നമ്മൾ വിളക്ക് വെക്കുന്നു. ഇപ്പൊ വീട്ടിലെ ആളുകൾ ഉണരുന്നത് രാവിലെ 8 മണിക്കാണോ 9 മണിക്കാണോ എന്ന് നോക്കിയാൽ മതി. സൂര്യനെ ഉദിച്ചു കഴിഞ്ഞതിനാണ്. പക്ഷെ സൂര്യൻ സർവകർമ്മ സാക്ഷിയാണ്. സൂര്യന്റെ തേജസ്സിനെ നാം അഗ്നിയായി ദീപത്തിലേക്ക് ജ്വലിപ്പിക്കുമ്പോൾ, പകർത്തുമ്പോൾ സൂര്യനോടുള്ള ഒരു ഏറ്റുപറച്ചിലാണ് നമ്മൾ. അങ്ങ് സർവകർമ്മ സാക്ഷിയാണ്, അങ്ങ് നിങ്ങളുടെ കുടുംബങ്ങളിലും സന്നിഹിതനാണ് എന്നുള്ളതിൻ്റെ എന്താണ് ഭംഗ്യന്തരേണയുള്ള ഒരു ആവിഷ്കാരമാണ് നമ്മൾ അവിടെ കാണിക്കുന്നത്. പിന്നെ അതിന് വേറെ ശാസ്ത്രീയമായ വശമൊക്കെ ഉണ്ട്, അല്ലേ? അത് അന്ധവിശ്വാസമാണ് ചില ആളുകൾ പറയും സന്ധ്യക്ക് വിളക്ക് വെക്കുന്നത്. അങ്ങനെ സന്ധ്യക്ക് വിളക്ക് വെക്കുന്നത് ആരോഗ്യകരമാണ് വാസ്തവത്തിൽ. അതിൽ വിശ്വാസമില്ലാത്ത ആളുകൾ എന്ത് ചെയ്യട്ടെ? ഉപയോഗിക്കാതെ കിടക്കുന്ന കിണറ്റിൽ തീ കത്തിച്ചിടാതെ ഇറങ്ങി നോക്കട്ടെ, അപ്പൊ അറിയാം അതിന്റെ വിവരം. അപ്പൊ എന്താണ്? പണ്ടത്തെ വീടുകളൊക്കെ എല്ലാ മുറികൾക്കും പുറത്തുനിന്ന് വെളിച്ചം കിടക്കുന്നതല്ല, കാറ്റും വെളിച്ചം കിടക്കുന്നതല്ല. അപ്പൊ എന്താണ്? വീടൊക്കെ അടച്ച വീട്ടിൽ എന്തുണ്ടാവും? ഫിൽത്തി എയർ, ദുഷിച്ച വായു ഉണ്ടാവുക. അപ്പൊ വിളക്ക് വയ്ക്കുമ്പോ എന്താണ്? വിളക്ക് വയ്ക്കുമ്പോൾ വായു വികസിക്കും. എന്താണ്? നല്ല വായു അകത്തേക്ക് കയറി വരും. അതിനും കൂടിയാണ് എന്താ ചെയ്യുന്നത്? ശാസ്ത്രീയമായി നോക്കിയാൽ അതാണ് നല്ല വെളിച്ചം, നല്ല വായു അകത്തേക്ക് വരികയാണ്. അതോടൊപ്പം തന്നെ ദീപം എന്ന് വളരെ എന്താണ് നമ്മുടെ മന്ത്രമായ സ്വരത്തിൽ ദീപം ഭക്തിസാന്ദ്രമായ സ്വരത്തിൽ അങ്ങനെ പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സ്, ശ്രദ്ധ അതിലേക്ക് തിരിയും. അതെന്തുണ്ടാകും? മനസ്സിൽ ശാന്തത ഉണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സന്ധ്യയ്ക്ക് വിളക്കുന്ന ഇങ്ങനെ 2 കാര്യമുണ്ട്. അതിൽ ഒന്ന് സർവകർമ്മ സാക്ഷിയായ സൂര്യനെ നമ്മളിവിടെ ആ സൂര്യന്റെ തേജസ് നമ്മൾ ഇതിലേക്ക് എടുക്കണം. ഇരിക്കട്ടെ. അപ്പോ എന്താണ്? അപ്പൊ ഇവിടെ ഹിതൈഹി യുക്തം, പ്രകൃതികളുടെ ഹിതൈഹി യുക്തനായ രാമനെ
തമേവം ഗുണസമ്പന്നം രാമം സത്യപരാക്രമം. അതാ പറഞ്ഞ നമ്മളവിടെ സത്യത്തിന് വേണ്ട പരാക്രമം. അപ്പൊ സൂര്യൻ എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? പതങ്കോ വാചം മനസാ ബിഭർത്തി. ഋഗ്വേദമാണത്. സൂര്യൻ നാം പറയുന്ന വാക്കുകളെയെല്ലാം മനസാ ബിഭർത്തി, മനസ്സുകൊണ്ട് ധരിക്കുന്നു. ഇന്നയാൾ ഇന്ന വാക്ക് പറഞ്ഞിട്ടുണ്ട്, ദശരഥൻ ഇന്ന വാക്ക് പറഞ്ഞിട്ടുണ്ട്, മനസ്സിൽ ധരിക്കുകയാണ്. താം ഗന്ധർവോ അവദഗർഭേന്ദ. അതിനെ, ആ വാക്കിനെ, താം അതിനെ, വാക്ക് സ്ത്രീലിംഗമാണ്, അതുകൊണ്ടാണ് താം. ഗന്ധർവ, ഗോവിനെ ധരിക്കുന്നവൻ ഗന്ധർവൻ. ഗാം ധരതി, ഇത് ഗന്ധർവ. ഗോവ്, ഗോവെന്താണ്? ഗമനശീലമുള്ളതിനെയാണ് നമ്മൾ ഗോവെന്ന് പറയുക. പശുവിനെ നമ്മൾ ഗോവെന്ന് പറയുന്നുണ്ട്, നടന്നു തിന്നുന്ന പശു. ഗോവ്, വാക്ക് ഗോവാണ്. എന്താണ് വാക്ക്? ഒരു വാക്ക് പറഞ്ഞാൽ അതെങ്ങനെ ആ വാക്ക് ഒരു വാക്കിലൂടെ നമ്മുടെ ഉള്ളിൽ ശയിക്കുന്ന ഒരു ആശയം. ആശയം നമ്മുടെ ഉള്ളിൽ ആശയം. എന്താണ് ആശയം? ഒരു ഐഡിയ നമ്മൾ ആശയം എന്ന് പറയുന്നത് കൊണ്ടാണ് അത് നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ്, ശയിക്കുകയാണ്, അല്ലെ? വെള്ളം കിടക്കുന്ന സ്ഥലം ജലാശയം എന്ന് പറയുന്നത് പോലെയാണ് ഗർഭം കിടക്കുന്നത് ഗർഭാശയം. അതുപോലെ നമ്മുടെ ഉള്ളിൽ ശയിക്കുകയാണ് നമ്മുടെ ഐഡിയകൾ മുഴുവൻ. അതെന്ത് വേണം? അത് മറ്റൊരാളിലേക്ക് എത്തണമെങ്കിൽ പദം വേണം, കാല് വേണം. നമുക്ക് നടക്കണമെങ്കിൽ കാല് വേണം. വാക്കിന്റെ ആശയത്തിന്റെ കാല് തന്നെയാണ് പദങ്ങൾ എന്നുള്ളത്. അപ്പൊ പദം എന്നുള്ളതിന് കാല്, ചരണം എന്ന അർത്ഥം ഉണ്ട്. ഇത് രണ്ടും ഒരർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഗോവിനെ ധരിക്കുന്നവൻ, ഗോവിന് എന്താണ്? അപ്പൊ പ്രാണനെ ധരിക്കുന്നവൻ, അഥവാ ഗോവ് വാക്ക്. നമ്മളിൽ വാക്കിനെ ധരിക്കുന്ന ആരാണ്? വായുവാണ്, പ്രാണവായു. പ്രാണവായു ഇല്ലെങ്കിൽ ഒരു വാക്ക് നമുക്ക് ഉച്ചരിക്കാൻ കഴിയില്ല. അപ്പൊ ഗന്ധർവൻ നമ്മുടെ പ്രാണനെ ധരിക്കുന്നവനായ, നമ്മളിൽ വാക്കിനെയും ധരിക്കുന്നവനായ ആ വായു ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിൽ അതിനെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. വായുവിന്റെ പ്രത്യേകത എന്താണ്? എപ്പോഴും നമ്മൾ അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. ആവാതവാഹി ഭേഷജം വിവാതവാഹി യദ്രപഃ ത്വം ഹി വിശ്വഭേഷജോ ദേവാനാം ദൂത ഈയസേ. അതും ഋഗ്വേദം തന്നെയാണ്. ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് വേദം പറയാനേ നേരിട്ടാവുള്ളൂ. അതിരിക്കട്ടെ. അപ്പൊ ഓരോ സമയവും നമുക്ക് എന്താണ്? പുതിയ പുതിയ ഉണർവുമായി ഔഷധവീര്യമുള്ള, ഔഷധ ഗുണമുള്ള വായു നമ്മിലേക്ക് വരുന്നു. വായു ഗന്ധവാഹനാണ്. ഗന്ധവാഹൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഗന്ധത്തെ വഹിക്കുന്നവൻ. ഒരു വസ്തുവിന്റെ ഗന്ധം വഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ നാനോ പാർട്ടിക്കിൾസ് അതിലുണ്ടെന്നാണ്. അപ്പോ നമ്മുടെ ചുറ്റുമുള്ള ചെടികളെല്ലാം ഔഷധങ്ങളാണ്, വൃക്ഷങ്ങളെല്ലാം ഔഷധങ്ങളാണ്, പൂക്കളെല്ലാം ഔഷധങ്ങളാണ്. അതിന്റെ ഗന്ധവും കൊണ്ടാണ് ഗന്ധവാഹൻ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പൊ ഓരോ പ്രാവശ്യവും വായു നമ്മളിലേക്ക് വരുമ്പോൾ എന്താണ്? നമ്മുടെ ചുറ്റുമുള്ള വൃക്ഷങ്ങളുടെയും ചെടികളുടെയും ഔഷധവും കൊണ്ടാണ് വായു നമ്മളിലേക്ക് വരുന്നത്. നമുക്ക് പ്രാണൻ നിലനിർത്തുന്നു, നമ്മുടെ ഉള്ളിൽ ഔഷധങ്ങൾ നിറയ്ക്കുന്നു. വിവാദവാഹിയത് രഭഃ, നമ്മുടെ ഉള്ളിലുള്ള രഭഃ, രോഗാവസ്ഥകളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. നമ്മുടെ ഉള്ളിൽ വേണ്ടാത്ത വായു, കാർബൺ ഡയോക്സൈഡ് മുതലായിട്ടുള്ളതൊക്കെ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ സംവിധാനം എന്തിനാണ് വെച്ചിരിക്കുന്നത്? വായു മാത്രം നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ നിവൃത്തിയില്ല. വെള്ളം, ഇനി ക്ലാസ് കഴിഞ്ഞിട്ടേ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ക്ലാസ്സിന് വരുമ്പോൾ 2 ഗ്ലാസ് വെള്ളം നേരത്തെ കുടിച്ചിട്ട് ഇരിക്കാം. അല്ലെങ്കിൽ വിശപ്പ് വരാതിരിക്കാൻ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് വേണമെങ്കിൽ ഇരിക്കാം. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഇനി ശ്വസിക്കാം, അതുകൊണ്ട് കുറച്ച് ശ്വാസം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഓരോ നിമിഷവും നാം വായുവിനെ എടുക്കുമ്പോൾ സൂര്യഭഗവാൻ പറയുന്നു, നീ ഇന്ന വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്നാണ്. അതാണ് താം ഗന്ധർവോ അവദത്, നമ്മുടെ ഉള്ളിൽ പറയുകയാണ്, നീ ഇങ്ങനെ വാക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉത്തരകടലാസിൽ എഴുതിയില്ലെങ്കിലും നമ്മൾ പറഞ്ഞ വാക്കുകൾ നമ്മൾ മറക്കില്ല എന്നാണ് ആര് പറയുന്നത്? ഋഗ്വേദം പറയുന്നത്. ആരും പറഞ്ഞ വാക്ക് തെറ്റിക്കാൻ പാടില്ല. താം ഗന്ധർവോ അവദദ്ഗർഭേ അന്തഃ താം ദ്യോതമാനാം, ഓരോ പ്രാവശ്യവും ഉള്ളിൽ അത് പറയുമ്പോൾ അത് ദ്യോതമാനമാകും, പ്രകാശിച്ച് വരും. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. സ്വര്യം
അത് സ്വർഗീയമായി തീരുന്നു. ആ പ്രതിജ്ഞ സ്വർഗീയമായി തീരുന്നു. മനീഷാം, മനീഷയായി തീരുന്നു. മനസ്സിന് മുകളിൽ അത് ഈശത്വം സ്ഥാപിക്കുന്നു. മനീഷ എന്നുള്ള പദത്തിന് ബുദ്ധി എന്നർത്ഥമുണ്ട് അല്ലേ? ബുദ്ധിർ മനീഷാധിഷണ, ധീഹി പ്രജ്ഞാശയമുഷി മതിഹി, ഇതൊക്കെ ബുദ്ധിയുടെ പര്യായമാണ്. പക്ഷെ ആ മനീഷ എന്നുള്ള മറ്റൊരർത്ഥം കൂടിയുണ്ട്, മനസ്സിന് മുകളിൽ ഈശത്വം സ്ഥാപിക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് വരിക? രാമനെ അഭിഷേകം ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ, ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭരതനെ അഭിഷേകം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നത് മുകളിൽ വരും. അപ്പൊ അതാണ് പറഞ്ഞ വാക്ക് തെറ്റിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് മരിക്കാൻ കിടക്കുന്ന ആളുകളോട് ചോദിക്കുന്നത്, അച്ഛാ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും വാക്ക് കൊടുത്തതുണ്ടോ? പാലിക്കാത്തതുണ്ടോ? ഏതെങ്കിലും ക്ഷേത്രത്തിൽ വഴിപാട് നേർന്നിട്ടുണ്ടോ? ആ വഴിപാടും എന്താണ്? നമ്മൾ പറയുന്നൊരു വാക്കാണ്. അത് പാലിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മക്കളത് ചെയ്യണം. ഇപ്പൊ മരിക്കാൻ കിടക്കുന്ന ആള് എന്താണ് ICUവില് കിടക്കുകയാണെങ്കിൽ പോലും ഇതൊന്ന് ചോദിക്കാനുള്ള അവസരം ഉണ്ടാക്കണം എന്ന് ആശുപത്രിക്കാരോട് പറയണം. എഴുന്നേറ്റ് വരില്ല ആൾ, ഇനി എഴുന്നേറ്റ് ജീവിക്കില്ലെങ്കിൽ ആൾ എന്ത് ചെയ്യണം? മക്കളുടെ അടുത്ത് കിടക്കാനൊരു സംവിധാനം ചെയ്തു കൊടുക്കണം. മക്കളൊക്കെ ചുറ്റുപാട് നിൽക്കട്ടെ. എന്നിട്ട് ഇത്തിരി എന്താണ് ശുദ്ധമായി കിട്ടാത്തതുകൊണ്ട് ഒരു മിനിറ്റ് മുമ്പ് മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നിവൃത്തിയില്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ അച്ഛാ അമ്മേ എന്നൊന്ന് ചോദിക്കാൻ നമുക്കൊരവസരം വേണമെന്ന് നിർബന്ധമായി നമ്മൾ നമ്മുടെ ആശുപത്രികളോട് പറയേണ്ട നേരം അതിക്രമിച്ചിരിക്കുന്നു. എന്തെങ്കിലും വഴിപാട് തീർക്കണ്ട അച്ഛാ, അത് നമ്മൾ ക്ഷേത്രത്തിൽ പറയുന്നൊരു വാക്കാണെന്നല്ലേ. അപ്പൊ അത് ആരും മറക്കാൻ പാടില്ല. മരിക്കാൻ കിടക്കുന്നവരുടെ ഇത് ചോദിക്കാനുള്ള ഒരു മനസ്സ്, അത് പറയുമ്പോൾ അവരുടെ മനസ്സിന് സമാധാനം ഉണ്ടാവും. കാരണം എന്താണ്? താം ദ്യോതമാനാം സ്വര്യം മനീഷാം, മനസ്സിന്റെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ച് ആ നേരത്തെ അവരിതൊക്കെ ഓർക്കുന്നതാണ് പറയുന്നത്. അയ്യോ ഇതൊന്നും എന്റെ മോനോട് പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ച് നോക്കണ സമയത്ത് എന്താണുള്ളത്? മൂക്കിൽ ട്യൂബ്, വായിൽ ട്യൂബ് അല്ലെ, ഞരമ്പുകളിലെ ഓരോ ഞരമ്പിലും ട്യൂബ് സൂചി കുത്തിവെച്ചിരിക്കുന്നു. ആരോടാണ് പറയുന്നത്? അവിടെ നിന്നിട്ട് എന്താണ്? ഒരു നേഴ്സ് മാത്രം, അപരിചിതയായ ഒരു നേഴ്സ്. ഒരു വാക്ക് പറയാൻ പറ്റാതെയുള്ള വീർപ്പുമുട്ടലാകരുത്. നമ്മുടെ മാതാപിതാക്കന്മാരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ഇഹലോകവാസം വെടിഞ്ഞു പോകുന്നത്. കാരണം ഋഗ്വേദം പറയുന്നതനുസരിച്ചിട്ട് പറഞ്ഞിട്ടുള്ള വാക്ക് സ്വര്യം മനീഷാം, അത് സ്വർഗീയമായി മനസ്സിന് മുകളിൽ ആധിപത്യത്തോടു കൂടി അതെന്താണ്? തെളിഞ്ഞു നിൽക്കും എന്നാണ്. എന്നിട്ടോ ഋതസ്യ പദേ കവയോ നിപാന്തി, അത് ഋതത്തിന്റെ മാർഗത്തിൽ. ഋതം എന്താണ്? സത്യം. സത്യം, നമ്മൾ അനുഷ്ഠിക്കുന്ന സത്യമാർഗത്തെയാണ് ഋതം എന്ന് പറയുക. അതുകൊണ്ടാണ് ബ്രാഹ്മണർ ഊണ് കഴിക്കുന്ന സമയത്ത്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിനെ ഒന്ന് തളിക്കും. തളിക്കുന്ന സമയത്തുള്ള മന്ത്രം എന്താണ്? സത്യം ത്വർത്തേന പരിഷിഞ്ചാമി ഭൂർഭുവസ്വരോം അമൃതോപസ്തരണമസി. സത്യം ത്വർത്തേന, ത്വർത്തേന എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യം ത്വാ ഹൃദയേന പരിഷിഞ്ചാമി, അല്ലയോ അന്നമേ നിന്നെ ഞാൻ സത്യത്താൽ പരിസേചനം ചെയ്യുന്നു. ആ വെള്ളം മുകളിൽ തെളിക്കുന്നതിന്റെ അർത്ഥം ഇതാണ്. സത്യമായ അന്നമേ ഞാൻ കഴിക്കുകയുള്ളൂ. ഇപ്പൊ ഋതം എന്ന് പറഞ്ഞാൽ സത്യമാണ്. ഋതസ്യ പദേ, സത്യത്തിന്റെ മാർഗത്തിൽ കവയോ നിപാന്തി, കവികൾ അതിനെ സത്യമാക്കുന്നു. അതുകൊണ്ടാണ് അച്ഛനെ എന്താണ്? അച്ഛൻ പറഞ്ഞ ആ വാക്ക് പാലിക്കാൻ വേണ്ടി രാമൻ കാട്ടിലേക്ക് പോയത്. അപ്പൊ ഇത് പറയുമ്പോ അച്ഛന്റെ വാക്ക് സത്യമാക്കാൻ രാമൻ കാട്ടിലേക്ക് പോയി എന്ന് പറയുമ്പോ ഇത് വൈദികമാണ്, ഋഗ്വേദമാണ്. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പതംഗോ വാചം മനസാ ബിഭർത്തി താം ഗന്ധർവോ അവദത് ഗർഭേന്തഃ താം ദ്യോതമാനാം സ്വര്യം മനീഷാം ഋതസ്യ പദേ കവയോ നിപാന്തി എന്നുള്ളത് മറക്കാൻ പാടില്ല. വാക്ക് പാലിക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പാലിക്കാൻ പറ്റാത്ത വാക്ക് അവർ നമ്മളെ ഏൽപ്പിച്ചാൽ സത്യസന്ധമായി അത് നമ്മൾ പാലിച്ച് അവർക്ക് സമാധാനം നൽകണം. മരിക്കുന്ന ഒരാൾക്ക് മനസ്സമാധാനം ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ പുണ്യം എന്താണ്? ഇരിക്കട്ടെ. അപ്പോൾ തമേവം ഗുണസമ്പന്നം രാമം സത്യപരാക്രമം. പിന്നെ ആരാണ്? രാമൻ സത്യപരാക്രമനാണ്. ജ്യേഷ്ഠം ജ്യേഷ്ഠഗുണൈർയുക്തം പ്രിയം ദശരഥസുതം, അദ്ദേഹം ജ്യേഷ്ഠനാണ്, ജ്യായസായിരിക്കുന്ന
ജ്യേഷ്ഠമായതെന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ശ്രേഷ്ഠമായിരിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. മൂത്തത്, ഏറ്റവും മൂത്തത് എന്ന് മാത്രമല്ല, അതെന്താണ്? വരണീയമായിട്ടുള്ളതെന്ന് കൂടിയാണ് അർത്ഥം. ഏറ്റവും ശ്രേഷ്ഠനാണ്, ജ്യേഷ്ഠ ഗുണൈർയുക്തം. ജ്യേഷ്ഠനാണ്, ജ്യേഷ്ഠ ഗുണങ്ങളോട് കൂടിയവനുമാണ്, ശ്രേഷ്ഠങ്ങളായ ഗുണങ്ങളോട് കൂടിയവനുമാണ്. പ്രിയം, പിന്നെ പ്രിയനുമാണ്. ദശരഥ സുതം പ്രിയം സുതം ദശരഥ, തനിക്ക് പ്രിയപ്പെട്ട സുതനുമാണ് രാമൻ. എത്ര ഇഷ്ടമാണ് രാമനെ ദശരഥന്, അല്ലെ? രാമന്റെ വിയോഗം മൂലം എന്താണ്? ആ ആദി കൊണ്ട് ദശരഥൻ മരിക്കണമെങ്കിൽ എത്രമാത്രം ഇഷ്ടം രാമനെ പ്രതി ദശരഥന് ഉണ്ടാകും, അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട്, പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. മക്കൾ ദൂരത്ത് താമസിക്കുന്നവരൊക്കെ. രാമൻ മരിച്ചിട്ടൊന്നല്ല ദശരഥൻ മരിച്ചത്, കാട്ടിലേക്ക് പോയതേ ഉള്ളൂ. ആ പുത്രനെ കാണാതെ ആയതിനുള്ള ആ സങ്കടം കൊണ്ട് ഒരു പിതാവ് മരിക്കുന്നു, അല്ലേ? നമുക്ക് എത്രയോ ആളുകൾക്ക്, നമ്മുടെ മക്കളൊക്കെ ദൂരെ വസിക്കുന്നുണ്ട്, പല രാജ്യങ്ങളിൽ, പല ഭൂഖണ്ഡങ്ങളിൽ വസിക്കുന്നു. പേരക്കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുള്ള ആളുകൾ വരെയുണ്ട്, കണ്ടിട്ടില്ലാത്തവരുണ്ട്, അല്ലേ? അല്ലെങ്കിൽ വിളിക്കുന്ന സമയത്ത്, ഫോൺ വിളിക്കുന്ന സമയത്ത് ചിലപ്പോ കാണാം കുട്ടിയുടെ ചിത്രം, അല്ലാതെ എന്തില്ല, കാണാത്ത എത്രയോ ആളുകളുണ്ട്. നമ്മൾ ആരും എന്നിട്ട് ആ ദുഃഖം കൊണ്ട് മരിക്കുന്നു. ഇവിടെ എന്താണ്? വനത്തിലേക്ക് പോയ മകനെ ഓർത്ത് ആ സമയത്ത് തന്നെ മോഹാലസ്യപ്പെട്ട് വീണു രാമൻ പോയപ്പോ. പിന്നെ ബോധം ശരിയായിട്ട് തെളിഞ്ഞിട്ടില്ല. ക്ഷണാത് പ്രബോധമായാതി ലിംഗ്യതേ തമസാ പുനഃ നിർവാസ്യത പ്രദീപസ്യ ശിഖേവജരതോ മതിഹി. ക്ഷണാത് പ്രബോധമായാതി, മോഹാലസ്യപ്പെട്ടു. ക്ഷണാത് പ്രബോധമായാതി, പെട്ടെന്നൊന്ന് ഓർമ്മ തെളിയും. അപ്പൊ എന്ത് ചെയ്യും? ഹാ രാമ, ഹാ സീതേ, ഹാ ലക്ഷ്മണ എന്ന് വിളിച്ച് വിലപിക്കും. അത്രയ്ക്കും പറയുമ്പോഴേക്കും ലംഘ്യതേ തമസാ പുനഃ, അപ്പോഴേക്കും എന്താണ്? അന്ധകാരം ആ ഓർമ്മയെ മറച്ചു കളയുന്നു. ഇടയ്ക്കൊന്ന് തെളിയുന്നു, അപ്പൊ ഇത് പറയുന്നു, അപ്പോഴേക്കും അന്ധകാരം വന്ന് മറച്ചു കളയുന്നു. നിർവാസ്യത പ്രദീപസ്യ ശിഖേവജരതോ മതിഹി, നിർവാണം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന, കെടാൻ പോകുന്ന വിളക്ക് പോലെ, വിളക്കിന്റെ ജ്വാല പോലെ എന്താണ്? ഒന്നുണരും, അപ്പോഴേക്കും താണുപോകും, ഉണരും. ഈ വിധത്തിലായി ദശരഥൻ. ആലോചിച്ച് നോക്കൂ, എത്രമാത്രം പ്രിയനാണ്. വാചാം അഗോചരമാണ്, വർണ്ണങ്ങൾ കൊണ്ട് നമുക്ക്, വാക്കുകൾ കൊണ്ട് നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല ദശരഥൻ രാമന് എത്രയേറെ പ്രിയപ്പെട്ടവനായിരുന്നു എന്ന്. ആ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട രാമനെ, സുതം രാമനാകുന്ന സുതനെ, ദശരഥ ദശരഥൻ പ്രകൃതീനാം ഹിതൈർയുക്തം, അതും തീർന്നില്ല, ദശരഥന് പ്രിയപ്പെട്ടവനാണ്. ഇതൊക്കെയാണ്, സത്യപരാക്രമനാണ്. ഈ ഗുണങ്ങൾക്കൊക്കെ പുറമേ പ്രകൃതീനാം ഹിതൈർയുക്തം, പ്രകൃതീനാം ഹിതൈഹി യുക്ത, പ്രകൃതികളുടെ ഹിതത്തോട് ചേർന്നവനാണ്. പ്രകൃതികൾ എന്ന് പറഞ്ഞാൽ രാജാവിന്റെ പ്രകൃതികൾ എന്ന് പറഞ്ഞ പ്രജകളാണ്. പ്രകൃതീനാം ഹിതൈഹി യുക്ത, പ്രജകളുടെ ഹിതത്തോട് ചേർന്നവൻ. പ്രജകൾക്ക് ഹിതമായിരിക്കുന്ന ആരാണ്? രാമനാണ്. പ്രജകളോട് ചോദിക്കുക, ആരാണ് നിങ്ങൾക്കിനി രാജാവായിട്ട് വേണ്ടത് എന്ന് ചോദിച്ചാൽ ആരാണ്? രാമനാണ്. സർവൈഹി അപി ജനൈഹി, എന്താണ്? ഒരേ സ്വരത്തിൽ അവർ പറയും, പ്രകൃതീനാം ഹിതൈഹി യുക്ത, പ്രകൃതികളുടെ ഹിതത്തോട് ചേർന്നവനാണ് അദ്ദേഹം. പിന്നെ അങ്ങനെയുള്ള അദ്ദേഹത്തെ പ്രകൃതി പ്രിയകാമ്യയാ, പ്രകൃതീനാം പ്രിയകാമ്യയാ, പ്രകൃതീനാം പ്രജാനാം ഇത്യർത്ഥഃ. പ്രകൃതീനാം പ്രിയകാമ്യയാ, പ്രിയകാമ്യ നാമ പ്രിയേ കാമ്യം, പ്രിയത്തിലുള്ള കാമം കൊണ്ട്, പ്രകൃതികളുടെ പ്രിയം ചെയ്യണം എന്നുള്ള ഇഷ്ടം കൊണ്ട്. രാമനെ തന്നെ രാജാവാക്കണം എന്ന് ദശരഥൻ വിചാരിച്ചത് എന്തുകൊണ്ടാണ്? പ്രകൃതി പ്രിയകാമ്യ, പ്രകൃതികൾക്ക് മുഴുവൻ, ജനങ്ങൾ ഒന്നടങ്കം എന്താണ് ആഗ്രഹിക്കുന്നത്? രാമനെ രാജാവാക്കണം എന്നാണ്. ദശരഥൻ ഇങ്ങനെ പറഞ്ഞു അത്രേ, എനിക്ക് വയസ്സൊക്കെ ആയിരിക്കണു, അപ്പോ ഒരു യുവരാജാവ് നമുക്ക് വേണം, രാമനെ അങ്ങ് രാജാവാക്കിയാലോ എന്ന് പറഞ്ഞപ്പോ സദസ്യരെ ഒന്നടങ്കം പറഞ്ഞു അത്രേ, ആയി അത് വളരെ നന്നായിരിക്കുന്നു, അങ്ങനെ വേണം എന്ന് പറഞ്ഞു. അപ്പൊ ദശരഥൻ ചോദിച്ചു അത്രേ, അപ്പൊ എന്റെ ഭരണം കൊണ്ട് നിങ്ങൾ മടുത്തു അല്ലേ? എന്നെ മടുത്തു അല്ലേ? അയ്യോ, അങ്ങനെയല്ല, രാമനോടുള്ള വാത്സല്യം കൊണ്ടാണ്.
രാമനോടുള്ള പ്രിയം കൊണ്ടാണ്, ബഹുമാനവും കൊണ്ടാണ്. ചെറിയവർക്കൊക്കെ രാമനോട് ബഹുമാനം, മുതിർന്നവർക്കെല്ലാം രാമനോട് വാത്സല്യം, ഇതെല്ലാം ഉള്ളത് കൊണ്ട് എന്താണ്, രാമൻ രാജാവായാൽ എങ്ങനെ ഇരിക്കുമെന്ന് കാണാനുള്ള കൊതി കൊണ്ട് പറഞ്ഞു പോയതാണ്. അങ്ങനെ ഒരിക്കലും ഞങ്ങൾക്ക് മടുത്തിട്ടില്ല, അവിടുന്ന് തന്നെ ചക്രവർത്തിയായിരുന്നാൽ മതി ജനങ്ങൾ പറഞ്ഞു എന്നാണ്. അപ്പോ പ്രകൃതിനാം പ്രിയകാമ്യയ, പ്രകൃതികളുടെ പ്രിയം ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? യൗവരാജ്യേന. അപ്പോ യൗവരാജ്യേന സംയോക്തും, യൗവരാജ്യേന സംയോക്തം എന്ന് പറഞ്ഞാൽ യൗവരാജ്യം എന്ന് പറഞ്ഞാൽ യുവരാജ പദവി, യുവരാജ പദവിയിൽ തം സംയോക്തും ഐച്ഛം, രാമനെ യുവരാജ പദവിയിൽ അഭിഷേകം ചെയ്യാൻ ആഗ്രഹിച്ചു. അതാണ് യൗവരാജ്യേന സംയോക്തും ഐച്ഛത് പ്രീത്യാ മഹീപതി. എങ്ങനെയാണ് ആഗ്രഹിച്ചത്? പ്രീതിയോടുകൂടി, വലിയ സന്തോഷത്തോട്. ജനങ്ങളൊക്കെ രാമനെ അഭിഷേകം ചെയ്യണം എന്ന് പറയുമ്പോ ദശരഥനും വലിയ സന്തോഷമായി തീർന്നു. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞാൽ പോലും എന്താവില്ല, ദശരഥനുണ്ടായതായ ഈ പ്രീതിയുടെ അടുത്ത് പോലും വരില്ല, അല്ലെ? ഏറ്റവും അതിതീവ്രമായിട്ട് ആഗ്രഹിക്കുകയാണ് ആ രാമനെ അഭിഷേകം ചെയ്യണമെന്ന് പ്രജകളും പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹം വലിയ പ്രീതിയോടുകൂടി അത് ഐച്ഛത് ആഗ്രഹിച്ചു എന്നാണ്. തസ്യ പ്രീത്യാമഹീപതി യൗവരാജ്യേന സംയോക്തും ഐച്ഛത് പ്രീത്യാമഹീപതി. പിന്നെയോ തസ്യ, അപ്പൊ ഇതായില്ലേ, പ്രകൃതീനാം ഹിതൈർയുക്തം പ്രകൃതി പ്രിയകാമ്യയ യൗവരാജ്യേന സംയോക്തും ഐച്ഛത് പ്രീത്യാമഹീപതി. തസ്യ അഭിഷേക സംഭാരാൻ ദൃഷ്ട്വാ ഭാര്യാധ കൈകൈ പൂർവം ദത്തവരാ ദേവി വരമേന മയാചത. അവിടെയാണ് കുഴപ്പമുണ്ടായത്. എന്താണ്? തസ്യ അഭിഷേക സംഭാരാൻ ദൃഷ്ട്വാ, തസ്യ അഭിഷേക സംഭാരാൻ ദൃഷ്ട്വാ, തസ്യ രാമസ്യ, രാമന്റെ അഭിഷേകത്തിനുള്ള സംഭാരാൻ. സംഭാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കുടിക്കുന്ന സംഭാരമല്ല, പിന്നെ എന്താണ് സംഭാരങ്ങൾ എന്ന് പറഞ്ഞാൽ? തയ്യാറെടുപ്പുകൾ, ഒരുക്കങ്ങൾ, രാമന്റെ അഭിഷേകത്തിനുള്ളതായ ഒരുക്കങ്ങൾ. അഭിഷേക സംഭാരാൻ ദൃഷ്ട്വാ ഭാര്യ അധ കൈകൈ, അധ കൈകൈ, അധ അനന്തരം. ഇതെല്ലാം കണ്ടിട്ട് അതിനുശേഷം, കൈകൈ നേരിട്ട് കണ്ടില്ല, ആരാണ് കണ്ടത്? മന്ദരയാണ് കണ്ടത്. ആ കണ്ടതിന് ശേഷം കൈകേയി. അതൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഇവിടെ പറയുന്ന ഇതേ അർത്ഥം ഇത് കാവ്യമാണ്, രാമായണം, പുരാണമല്ല. അതുകൊണ്ട് എന്ത് വേണം? പുരാണം വായിക്കുന്ന പോലെ മനസ്സിലാക്കിയാൽ പോരാ, ഇതിന് പ്രതീയമാനമായ അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിന് ഇനിയും അർത്ഥതലങ്ങൾ വന്നു ചേരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ തത്കാലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ അർത്ഥം പറഞ്ഞങ്ങോട്ട് പോവാണ്. കൂടുതൽ വിശദീകരിച്ചാൽ എന്താണ്, നമ്മൾ വളരെ കാലമെടുക്കും ഇത് തീർക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തസ്യ അഭിഷേക സംഭാരാൻ ദൃഷ്ട്വ, അതിന്റെ അഭിഷേകത്തിനുള്ള, രാമന്റെ അഭിഷേകത്തിനുള്ള തയ്യാറെടുപ്പുകൾ കണ്ടിട്ട് ഭാര്യ അധ കൈകേയി, അധ കൈകേയി ഭാര്യ, കൈകേയി എന്ന് പറഞ്ഞാൽ കൈകേയിയായ ഭാര്യ, ദശരഥന്റെ മൂന്നാമത്തെ ഭാര്യയായ കൈകേയി എന്ത് ചെയ്തു? പൂർവം ദത്തവരാ ദേവി വരമേന മയാചത. പൂർവം ദത്തവര, മുൻപ് ദത്തമായ വരത്തോട് കൂടിയവൾ, മുൻപ് വരം കിട്ടിയിട്ടുള്ളവളായ ആ ദേവി എന്താണ്? വരം ഏനം അയാചത, ഏനം വരം അയാചത, അദ്ദേഹത്തോടൊരു വരം ചോദിച്ചു. ദശരഥനോട് വരം അയാചത. എന്താണ് ചോദിച്ച വരം? വിവാസനം ച രാമസ്യ ഭരതസ്യാഭിഷേചനം. എന്താണത്? വിവാസനം ച രാമസ്യ ഭരതസ്യാഭിഷേചനം. രാമസ്യ വിവാസനം, വിവാസനം എന്ന് പറഞ്ഞാല് വിവസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൂരേക്കയക്കുക, രാജധാനിയിൽ നിന്ന് ദൂരേക്കയക്കുക. ഭരതസ്യാഭിഷേചനം, പിന്നെ അതോടൊപ്പം എന്ത് വേണം? ഭരതന്റെ അഭിഷേകവും. ഇത് രണ്ടുമാണ് അവിടെ ചോദിച്ചത് എന്നർത്ഥം. പൂർവം ദത്തവരാ ദേവി വരമേന മയാചത വിവാസനം ച രാമസ്യ ഭരതസ്യാഭിഷേചനം.
സ സത്യവചനാദ് രാജ ധർമ്മപാശേന സംയതഃ വിവാസയാമാസ സുതം രാമം ദശരഥ പ്രിയം. സ സത്യവചനാദ് രാജ, സഹ രാജ സത്യവചനാദ്, സത്യവചനം കൊണ്ട്, സത്യമായ വാക്കാണ്, സത്യമായ വാക്കുകൊണ്ട്, ധർമ്മപാശേന സംയതഃ, ധർമ്മപാശം കൊണ്ട് സംയമനം ചെയ്യപ്പെട്ടവനായി. ധർമ്മപാശം, ധർമ്മത്തിന്റെ പാശം, ധർമ്മമാകുന്ന കയറ്, രജ്ജു, ധർമ്മപാശം കൊണ്ട് സംയതഃ, യമനം ചെയ്യപ്പെട്ടവൻ. യമനം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നിയന്ത്രിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ കെട്ടിയിടപ്പെട്ടവൻ. കെട്ടിയിട്ടപ്പോ നിയന്ത്രണമായില്ലേ? ഇഷ്ടംപോലെ പോകാൻ പറ്റില്ലല്ലോ, ഇല്ലേ? ഒരു പശുവിനെ കെട്ടിയിട്ട് അതിന് ഇഷ്ടംപോലെ പോകാൻ പറ്റില്ല. അത് സംയതയായി തീർന്നു ആ പശു. അതുപോലെ ധർമ്മപാശത്താൽ ബന്ധിക്കപ്പെട്ടവനായ ദശരഥൻ. മാർഗമൊന്നുമില്ല, ഒന്നും ചെയ്യാൻ നിർവാഹമില്ല, അല്ലെ? ഞാൻ എന്ത് ചെയ്യും? ധർമ്മസങ്കടത്തിലായിപ്പോയി. രാമനെ നിർത്തിയാൽ ധർമ്മം എന്തായി പോവും? ധർമ്മത്തിന് ച്യുതി വരും. അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ധർമ്മസങ്കടത്തോടുകൂടി വിവാസയാമാസ സുതം രാമം ദശരഥ പ്രിയം. വിവാസയാമാസ, വിവസിപ്പിച്ചു. വിവാസയാമാസ, വിവസനം ചെയ്യിച്ചു, കാട്ടിലേക്ക് അയച്ചു. വിവാസയാമാസ സുതം രാമം ദശരഥ പ്രിയം. സുതം രാമം, സുതം പ്രിയം, സുതം രാമം ദശരഥ വിവാസയാമാസ. പ്രിയപ്പെട്ട പുത്രനായ രാമനെ ദശരഥൻ വിവസിപ്പിച്ചു, കാട്ടിലേക്ക് അയച്ചു എന്ന് തന്നെ അർത്ഥം. ഇനി സജഗാമവനം വീര പ്രതിജ്ഞാമനുപാലയൻ പിതുർവചന നിർദ്ദേശാത് കൈകേയ്യാ പ്രിയ കാരണാത്. സജഗാമവനം വീര, സഹ ജഗാമ, ജഗാമ എന്ന് പറഞ്ഞാൽ ഗമിച്ചു എന്നർത്ഥം. സഹ വീരഹ വനം ജഗാമ, ആ വീരൻ വനത്തിലേക്ക് പോയി. പ്രതിജ്ഞാമനുപാലയൻ, പ്രതിജ്ഞയെ പാലിച്ചുകൊണ്ട്. എന്ത് പ്രതിജ്ഞ? പ്രതിജ്ഞ എന്താണ്? അച്ഛന്റെ പ്രതിജ്ഞ. അതോട് മകനും ആ ഒരു പ്രതിജ്ഞയുണ്ട്, അല്ലേ? അച്ഛന്റെ പ്രിയം, അച്ഛന്റെ ഹിതം, അച്ഛന്റെ ശ്രേയസ് നോക്കാൻ മകനും ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് ആ പ്രതിജ്ഞയെ അനുപാലനം ചെയ്തുകൊണ്ട്, അനുപാലനം ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്? അതിനെ രക്ഷിക്കുക. ആ പ്രതിജ്ഞയെ മനസ്സിൽ വെച്ചുകൊണ്ട് അതിനെ പാലനം ചെയ്തുകൊണ്ട് പിതുർവചന നിർദ്ദേശാത് കൈകേയ്യാഹ പ്രിയ കാരണാത്. പിതുർവചന നിർദ്ദേശാത്, അച്ഛന്റെ വചനം കൊണ്ടുള്ള നിർദ്ദേശം അനുസരിച്ച്. അച്ഛന്റെ വചനം തന്നെയാണ്, അല്ലെ? വചന നിർദ്ദേശാത് കൈകേയ്യാഹ പ്രിയ കാരണാത്, കൈകേയിയുടെ പ്രിയ കാരണം കൊണ്ട്. കൈകേയിക്ക് അതാണ് പ്രിയം എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്തു എന്നാണ്. ഇതിനൊക്കെ ഇനി നൂതനമായ അർത്ഥതലങ്ങൾ വരേണ്ടതുണ്ട്, കണ്ടെത്തേണ്ടതുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കാരണം എന്താണ്? ഇതില് ഇനിയും ചിലത് കാവ്യമാണ്. ഈ കാവ്യത്തിൽ നിന്ന് പ്രതീതിക്ക് വിഷയമാകുന്ന പല കാര്യങ്ങളുണ്ട്, അല്ലേ? നമ്മൾ ചിലപ്പോൾ സിനിമയില് അല്ലെങ്കിൽ സീരിയലിലെ ആളുകൾ കാണുന്നവരുണ്ടാവും, അല്ലേ? നമ്മളൊരു കാര്യം ആലോചിക്കുമ്പോൾ ഇയാൾ തന്നെയാണ് കുറ്റക്കാരൻ എന്ന് പലപ്പോഴും നമ്മൾ വിചാരിക്കും. എല്ലാം കൊണ്ടും നമ്മൾ വിചാരിക്കും ഇയാൾ തന്നെ കുറ്റക്കാരൻ എന്ന് വിചാരിക്കും. പിന്നെയാണ് എന്ത് വരിക? ഒരു ട്വിസ്റ്റ് വരുമ്പോൾ അയ്യോ ഇയാളാണോ, ഇത് പാവമായിരുന്നല്ലോ എന്ന് പിന്നെ നമുക്ക് തോന്നും. അപ്പൊ അത് കാവ്യങ്ങൾക്കൊക്കെ ഉള്ളതായ പ്രതീയമാനമായ അർത്ഥത്തിന്റെ ആ ശക്തി കാവ്യത്തിനുള്ളതാണ്. അതുകൊണ്ട് രാമായണം കാവ്യം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാരും മറക്കാൻ പാടില്ല. സജഗാമവനം വീരഃ പ്രതിജ്ഞാമനുപാലയൻ പിതുർവചന നിർദ്ദേശാത് കൈകേയ്യാ പ്രിയ കാരണാത് തം വ്രജന്തം പ്രിയോ ഭ്രാത ലക്ഷ്മണോനുജഗാമഃ സ്നേഹാത് വിനയസമ്പന്നഃ സുമിത്രാനന്ദവർദ്ധനഃ. തം വ്രജന്തം, വ്രജതി എന്ന് പറഞ്ഞാൽ പോകുന്നു എന്നാണ് അർത്ഥം. പരിവ്രാജകൻ, പരിവ്രജനം ചെയ്യുന്നവൻ, ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നവൻ. പരിവ്രജതി, വ്രജതി എന്ന് പറഞ്ഞാൽ പോകുന്നു എന്നർത്ഥം. തം വ്രജന്തം, വ്രജന്തം വ്രജനം ചെയ്യുന്നവനെ, പോകുന്നവനായ അവനെ. പ്രിയോ ഭ്രാത ലക്ഷ്മണോ അനുജഗാമഃ. പ്രിയഃ ഭ്രാത ലക്ഷ്മണഃ അനുജഗാമ. അനുജഗാമ അനുഗമിച്ചു, ജഗാമ ഗമിച്ചു, അനുജഗാമ അനുഗമിച്ചു. ഹാ എന്നുള്ളത് നിശ്ചയമായിട്ടും പ്രിയൻ
പ്രിയപ്പെട്ട അനുജനായ ലക്ഷ്മണൻ ഗമിക്കുന്ന രാമനെ അനുഗമിച്ചു എന്നർത്ഥം. എന്നിട്ടോ സ്നേഹാദ് വിനയ സമ്പന്ന. എന്തുകൊണ്ടാണ് ലക്ഷ്മണൻ അനുഗമിച്ചത്? രാമൻ എന്തിനു വേണ്ടിയിട്ടാണ്? ധർമ്മപാലനത്തിന് വേണ്ടിയിട്ടാണ് പോയത്. ലക്ഷ്മണൻ എന്തിനാണ് പോയത്? സ്നേഹാദ്, സ്നേഹം കൊണ്ട്. ഏട്ടൻ അങ്ങനെ പോകുന്നത് സഹിച്ചില്ല. അതുകൊണ്ട് ലക്ഷ്മണൻ സ്നേഹാദ് വിനയ സമ്പന്ന. ലക്ഷ്മണൻ എങ്ങനെയുള്ള ബ്രദറാണ്? സുഹൃത്താണ്, സഹോദരനാണ്. വിനയസമ്പന്ന, വിനയം കൊണ്ട് സമ്പന്നനായ ലക്ഷ്മണൻ. സുമിത്രാനന്ദവർദ്ധന. അതോടൊപ്പം തന്നെ അദ്ദേഹന്മാരാണ് സുമിത്രാനന്ദവർദ്ധന. സുമിത്രയ്ക്ക് ആനന്ദവർദ്ധനായിരിക്കുന്നവൻ. നേരത്തെ നമ്മൾ കണ്ടു കൗസല്യാനന്ദവർദ്ധന എന്ന് രാമനെ കുറിച്ച് പറഞ്ഞത്. ലക്ഷ്മണൻ ആരാണ്? സുമിത്രാനന്ദവർദ്ധന. തന്റെ മാതാവായ സുമിത്രയ്ക്ക് ആനന്ദം വർദ്ധിപ്പിക്കുന്നവനാണ് അദ്ദേഹം എന്നർത്ഥം. അപ്പോ തം വ്രജന്തം പ്രിയോ ഭ്രാത ലക്ഷ്മണോനുജഗാമഹ സ്നേഹാദ് വിനയ സമ്പന്ന സുമിത്രാനന്ദവർദ്ധന ഭ്രാതരം ദയിതോ ഭ്രാതുഃ സൗഭ്രാത്രമനുദർശയൻ രാമസ്യ ദയിതാ ഭാര്യ നിത്യം പ്രാണസമാഹിത ജനകസ്യ കുലേ ജാത ദേവമായേവ നിർമ്മിത സർവലക്ഷണ സമ്പന്ന നാരീണാമുത്തമാവധൂഃ സീതാപ്യനുഗതാ രാമം ശശിനം രോഹിണീ യഥാ. അതും കൂടെ പണ്ടങ്ങോട്ട് നിർത്താം. പിന്നെ ആരൊക്കെയാണ് പോയത് എന്നും കൂടെ പണ്ടവിടെ നിർത്താം. ആരാണ് പറഞ്ഞത്? രാമസ്യ ദയിതാ ഭാര്യ. രാമന്റെ ദയിതയ അതിനു പറഞ്ഞിട്ടുണ്ടല്ലോ. ഭ്രാതരം ദയിതോ ഭ്രാതുഃ സൗഭ്രാത്രം അനുദർശയൻ. ഭ്രാതാവിനെ അനുഗമിച്ചു. ആര്? ലക്ഷ്മണൻ. എങ്ങനെയുള്ള ഭ്രാതാവാണ്? ദയിതനായിട്ടുള്ളവൻ, ദയോട് കൂടിയവനായിട്ടുള്ള, സ്നേഹത്തോടു കൂടിയവനായ ഭ്രാതാവ്. ഭ്രാതുഹു, ഭ്രാതാവിന്റെ ദയിതൻ, ഭ്രാതാവിന്റെ ദയയ്ക്ക് പാത്രമായിരിക്കുന്നവൻ, പ്രിയപ്പെട്ടവനാണ്. സൗഭ്രാത്രം അനുദർശയൻ, സൗഭ്രാത്രത്തെ അനുദർശനം ചെയ്യിച്ചുകൊണ്ട്. സൗഭ്രാത്രം നല്ല എന്താണ്? സാഹോദര്യം എങ്ങനെയാണ്? സൗഭ്രാത്രം, ഭ്രാതൃഭാവം, നല്ല സാഹോദര്യം എങ്ങനെയാണ് എന്ന് കാണിച്ചുകൊണ്ട് ലക്ഷ്മണൻ അനുഗമിച്ചു. രാമസ്യ ദയിതാ ഭാര്യ നിത്യം പ്രാണസമാഹിത. അതുപോലെ തന്നെ രാമന്റെ ദയിതയായ ഭാര്യ, ഏറ്റവും പ്രിയപ്പെട്ടവളായ ഭാര്യ, നിത്യം പ്രാണസമാഹിത. രാമന്റെ പ്രാണന് തുല്യാണ് സീത. ഹിതയും ആണ്. രാമന്റെ ഹിതത്തിൽ, പ്രിയം അല്ല ഹിതം, ഭാവി നന്മയെ വരെ ചെയ്യുന്നവളാണ് അവൾ. അങ്ങനെയുള്ളവളായ ഹിതയായ ജനകസ്യ കുലേ ജാത, ജനകന്റെ കുലത്തിൽ ജനിച്ച ജാനകി, മിഥിലയിൽ ജനിച്ച മൈഥിലി, ദേവമായേവ നിർമ്മിത. അവൾ എങ്ങനെയുള്ള ആളാണ്? ദേവമായയാൽ നിർമ്മിക്കപ്പെട്ടവൾ ആണെന്ന് തോന്നുന്ന ആര്? സീത. ദേവമായ തന്നെ സ്ത്രീ രൂപം എടുത്തവൾ പോലുള്ള സീത. സർവലക്ഷണ സമ്പന്ന, എല്ലാ നാരീലക്ഷണങ്ങളോടും കൂടിയവളും. നാരീണാം ഉത്തമാവധൂഹു, നാരീണാം, നാരിമാരിൽ വെച്ച്. ഷഷ്ടി വിഭക്തിക്ക് എന്തർത്ഥമുണ്ട്? ഇക്ക്, ഇന്ന്, ഉടെ, ഷഷ്ടിക്ക് അതിന്റെ വച്ചുമെന്നവി, അതിൽ വെച്ച്. നാരീണാം ഉത്തമാവധൂ, നാരികളിൽ വെച്ച് ഉത്തമവധുവായിരിക്കുന്ന അവൾ. സീതാപ്യനുഗതാ രാമം, ആ സീതയും രാമനെ അനുഗമിച്ചു. ശശിനം രോഹിണീ യഥാ, എന്തുപോലെ? ശശിനം, ശശിയെ, ശശി നകാരാന്ത ശബ്ദമാണ്. ശശിയെ, ചന്ദ്രനെ രോഹിണി നക്ഷത്രം അനുഗമിക്കുന്ന പോലെ. ചന്ദ്രന്റെ പ്രിയതമയായ നക്ഷത്രമാണ് രോഹിണി. ആ രോഹിണി നക്ഷത്രം ചന്ദ്രനെ അനുഗമിക്കുന്നത് പോലെ സീതയും രാമനെ അനുഗമിച്ചു എന്നർത്ഥം. ജനകസ്യ കുലേ ജാത ദേവമായേവ നിർമ്മിത സർവലക്ഷണ സമ്പന്ന നാരീണാമുത്തമാവധൂഃ സീതാപ്യനുഗതാ രാമം ശശിനം രോഹിണീ യഥാ. അപ്പോ അവിടെ നിൽക്കട്ടെ, നമ്മുടെ സമയം കഴിഞ്ഞതുകൊണ്ട് ഇവിടെ നിർത്താം നമുക്ക്. അപ്പോ എവിടെ വരെയാണ് എടുത്തതെന്ന് ഓർത്തിരിക്കണം. അടുത്ത ദിവസം നമുക്ക് തുടരാം. ഓം സ്വസ്തി പന്ഥാം അനുചരേമ സൂര്യചന്ദ്രമസാവിവ പുനർദദത അഗ്നത ജാനത സർഗമേമഹി. ഓം തത്സത്. അസ്തു.